ക്ലാസ് റെക്കോർഡിംഗ് ആണ്. റെക്കോർഡിംഗ് സെഷൻ എന്തായാലും പ്രൊവൈഡ് ചെയ്യും, പേടിക്കണ്ട. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ സോറി പറഞ്ഞുകൊണ്ട് തുടങ്ങിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എനിക്ക് ഈ പറയാണ്ടായിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയതായിട്ടൊരു കാര്യം പഠിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ ഒരു നോട്ട്ബുക്കും പെന്നും ഉണ്ടായിരിക്കണം. നമുക്ക് ബേസിക്സ് ലെവലിലേക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യം കുറച്ചൊക്കെ ഒന്ന് കട്ടായി പോയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാനത് വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ. എൻ്റെ സ്ക്രീൻ വിസിബിൾ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. ഞാൻ ജെറ്റ് എഫ് എക്സ് ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ക്രീനാണ് ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത്. വിസിബിൾ അല്ലേ? ഹലോ, വിസിബിൾ ആണോ ജെറ്റ് എഫ് എക്സ്? ഹലോ, റെസ്പോണ്ട് ചെയ്യാമോ? ഹലോ, ബ്ലാക്ക് സ്ക്രീൻ ആണോ? 10 ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. ഫുൾ സ്ക്രീൻ വേണ്ട, സൈഡ് കട്ടാവുന്നു. ഇപ്പൊ ഓക്കെ ആണോ? ഇങ്ങനത്തെ സ്ക്രീൻ ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഇപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ സ്റ്റോറിയിലേക്ക് വരാം. ഇപ്പോൾ അമേരിക്കയിലുള്ള ഒരു വ്യക്തി ഇന്ത്യയിലേക്ക് വരാണ്. അപ്പൊ അമേരിക്കയിലുള്ള വ്യക്തി ആകുമ്പോൾ ആ വ്യക്തിയുടെ കയ്യിൽ എന്തായിരിക്കും? US ഡോളേഴ്സ് ആയിരിക്കും കറൻസി ഉണ്ടാവുന്നത്, അല്ലെ? ഇപ്പൊ ഇന്ത്യയിലേക്ക് വരാണ്. ഇന്ത്യയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് സന്ദർശിക്കുകയാണ്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ 1 കിലോ പഞ്ചസാര വേണമെന്ന് വിചാരിക്കുക. ഇപ്പൊ പഞ്ചസാരയുടെ കൃത്യമായിട്ട് വില എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ പറയാണ്. ഇപ്പോൾ ഒരു 50 രൂപ, സോറി 50 രൂപ എന്ന് വിചാരിക്കുക 1 കിലോ പഞ്ചസാരയുടെ വില. അപ്പൊ ആളുടെ കയ്യിലുള്ള എന്താ? ആൾ അമേരിക്കയിൽ നിന്ന് വന്ന വ്യക്തിയാണ്, ജസ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ളൂ. ആളുടെ കയ്യിലുള്ളത് എന്തായിരിക്കും? US ഡോളേഴ്സ് ആയിരിക്കും. ഇപ്പോൾ US ഡോളേഴ്സ് ഞാനിപ്പോൾ കൊടുത്തിട്ട് എനിക്കിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പഞ്ചസാര വാങ്ങാന്ന് പറഞ്ഞത് പോസിബിൾ അല്ല. ഇപ്പം എല്ലാവരും റിസീവ് ചെയ്തൊന്നും വരില്ല. കാരണം നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തുന്നത് ഇന്ത്യൻ റുപ്പി INR-ന്റെ ടൈംസിലായിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടത് എന്താ? INR ആണ്. അപ്പൊ ആ വ്യക്തിക്ക് അവിടുന്ന് പഞ്ചസാര കിട്ടണമെങ്കിൽ ആ വ്യക്തി എന്താ ചെയ്യുക? എന്തായിരിക്കും ചെയ്യുക? ആ ഷോപ്പിൽ നിന്ന് പഞ്ചസാര വാങ്ങണമെങ്കിൽ എന്തായിരിക്കും? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാമോ എന്തായിരിക്കും ആ വ്യക്തി ചെയ്യുക? ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 1 കിലോ പഞ്ചസാര, തീർച്ചയായിട്ടും അതെ, പഞ്ചസാര വാങ്ങണമെങ്കിൽ നമുക്ക് ഇന്ത്യൻ റുപ്പി തന്നെ വേണം. അപ്പൊ ആള് നിയറസ്റ്റ്, അതെ തീർച്ചയായിട്ടും വളരെ കറക്റ്റ് ആണ്. അതായത് നിയറസ്റ്റ് ബാങ്ക് അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് നടക്കുന്ന ഒരു ഇപ്പോ എന്താ പറയുക, വെസ്റ്റേൺ മണി എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ കമ്പനികളില്ലേ. ഇപ്പോൾ നിയറസ്റ്റ് എക്സ്ചേഞ്ച്, ഫോറിൻ എക്സ്ചേഞ്ച് നടത്താൻ പറ്റുന്ന സ്ഥലം ഏതാണ് അല്ലെങ്കിൽ ഓഫീസ് ഏതാണ്, അവിടേക്കായിരിക്കും പോവുക. അപ്പൊ ആളെന്താ ചെയ്യുക? അവിടെ ചെന്നിട്ട് ആളുടെ കയ്യിലുള്ളത് എന്താ? US ഡോളേഴ്സ് ആണല്ലേ? ആളുടെ കയ്യിലുള്ളത് US ഡോളേഴ്സ് ആണ്. പക്ഷെ നമുക്ക് ആൾക്ക് വേണ്ടത് ഇന്ത്യൻ റുപ്പിയാണ്, അല്ലേ? അപ്പൊ അവിടെ ചെന്നിട്ട് ഈ ഒരു പ്രൊസീജിയർ മാത്രം ആലോചിച്ച് കഴിഞ്ഞാൽ ഇതാ, അതായത് കറക്റ്റ് ഫോറക്സ് എന്താന്നുള്ള ബേസിക് ഐഡിയ ഇവിടെ നിന്നാണ് കിട്ടുക. അപ്പൊ US ഡോളേഴ്സ് കൺവേർട്ട് ചെയ്തിട്ട് ആള് ഇന്ത്യൻ റുപ്പി ആക്കി മാറ്റാണ്. കറൻസി എക്സ്ചേഞ്ച്. അത് തന്നെയാണ് ഫോറക്സ് മാർക്കറ്റ്, കറൻസി എക്സ്ചേഞ്ച്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആളുടെ കയ്യിലുള്ളത് US ഡോളേഴ്സ്, ആള് വാങ്ങാൻ പോകുന്നത് INR. ഓക്കെ. അപ്പോ നമുക്ക് ഞാനിവിടെ ഇതിനെ ഒരു പെയർ ആയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. USD INR എന്നുള്ള ഒരു പെയർ ആയിട്ട് കൊടുക്കുകയാണ്. കാരണം ഇവിടെ രണ്ട് കറൻസി വന്നിട്ടില്ലേ? കറൻസി എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഒരെണ്ണം മാത്രമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ലല്ലോ. രണ്ടെണ്ണം ഉണ്ടെങ്കിലല്ലേ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ USD-യും INR-ഉം തമ്മിലുള്ള എക്സ്ചേഞ്ച് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ റിയൽ ലൈഫിൽ തന്നെ ആലോചിച്ചോ. ഇപ്പോൾ USD INR തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ ആളുടെ കയ്യിലുള്ള USD, ആളുടെ കയ്യിലുള്ള USD-നെ വിട്ടുകൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ സെല്ല് ചെയ്തുകൊണ്ട്, ഓക്കെ, ആളുടെ കയ്യിലുള്ള കറൻസിയായ US ഡോളേഴ്സിനെ സെല്ലാണ് ചെയ്യുന്നത്. US ഡോളേഴ്സിനെ സെല്ല് ചെയ്യുന്നു. അപ്പൊ എന്തായിരിക്കും അവിടെ ബൈ ചെയ്യുന്നത്? US ഡോളേഴ്സിനെ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ബൈ ചെയ്യുന്നത്? എന്തായിരിക്കും? തീർച്ചയായിട്ടും ആൾക്ക് വേണ്ടത് എന്താണോ? INR ആണ്,
അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പിയാണ്. ആളുടെ കയ്യിലുള്ളത് എന്താണോ USD ആണ്, US ഡോളേഴ്സ് ആണ്. അപ്പോൾ ഈ ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഫോറെക്സ്, FX, കറൻസി എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ എപ്പോഴും അതിൽ രണ്ട് കറൻസികൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് കൈൻഡ് ഓഫ് രണ്ട് രാജ്യങ്ങളുടെ എക്കോണമീനെ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിൽ രണ്ട് കറൻസി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അറ്റ് എ ടൈം സൈമിൾട്ടേനിയസ്ലി ഒരു കറൻസിയുടെ സെല്ലിങ്ങും അവിടെ സംഭവിക്കുന്നുണ്ട്, അതേസമയം തന്നെ മറ്റൊരു കറൻസിയുടെ ബൈയിങ്ങും സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്ന കറൻസി പെയർ എന്ന് പറയുമ്പോൾ രണ്ട് കറൻസിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇപ്പോഴും ഇത് ഒരു പെയർ ആയിട്ടായിരിക്കും നിൽക്കുക. അല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിൽക്കുക നമ്മൾ കാണുന്ന പോലെ ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു സ്റ്റോക്ക്, ഈ റിലയൻസിന്റെ ഒരു സ്റ്റോക്ക്, അങ്ങനെ ഒരു കമ്പനി, അവിടെ ഒരൊറ്റ കമ്പനിയെ നമ്മൾ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ USD എന്നുള്ള ഒരൊറ്റ US ഡോളർ അതിന് മാത്രമല്ല കാണുന്നത്, അല്ലെങ്കിൽ INR അതിന് മാത്രമല്ല, അല്ലെങ്കിൽ യൂറോ അതിന് മാത്രമല്ല കാണാൻ നിങ്ങൾക്ക് സാധിക്കുക. ഇവിടെ എപ്പോഴും പെയറുകളായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. കറൻസി പെയറുകളായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതിൽ രണ്ട് കറൻസി പെയർ ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പൊ USD INR എന്ന് പറയുന്ന ഒരു കറൻസി പെയർ എടുക്കുകയാണെങ്കിൽ, സൗണ്ട് ലാഗ് ആവുണ്ടോ? എന്ത് പറ്റി? സൗണ്ട് എല്ലാവർക്കും ലാഗ് ആവുണ്ടോ? ഹലോ? ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ നല്ലൊരു കണക്ഷനിലാണ് ഇരിക്കുന്നത്. നേരത്തെ പ്രശ്നം വന്നിട്ട് ഞാൻ മാറിയിട്ട് സെറ്റാക്കി വെച്ചേക്കാട്ടോ. ഇപ്പൊ ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് റീലോഗിൻ ചെയ്ത് നോക്കിയോളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ വീണ്ടും കറൻസി പേരിന്റെ കേസ് പറയാം. ഇപ്പോൾ USD INR എന്ന് പറഞ്ഞ കറൻസി, ഇപ്പൊ നേരത്തെ കേസിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ USD വിറ്റു അല്ലെങ്കിൽ USD സെല്ല് ചെയ്തുകൊണ്ട് INR എന്ന കറൻസി ബൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഫോറക്സിൽ എപ്പോഴും നിങ്ങൾക്ക് ഒരു കറൻസി പെയർ ആയിട്ട് മാത്രമായിരിക്കും കാണാൻ സാധിക്കുക. ഇപ്പോൾ ഒരു കറൻസി അല്ല, കറൻസീസ് അല്ലെങ്കിൽ കറൻസി പെയർ ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുക. അവിടെ എപ്പോഴും സൈമിൾട്ടേനിയസ് ബൈയിങ്ങും സെല്ലിങ്ങും സംഭവിക്കുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് നേരത്തെ പറഞ്ഞത്. ഓക്കെ, പിന്നെ ഈ കറൻസി പെയർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ ഉള്ളിലേക്ക് പോകും. ഞാൻ ജസ്റ്റ് ഫോറക്സ് മാർക്കറ്റ് എന്താന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഇപ്പൊ പറഞ്ഞ കാര്യമാണ് ശരിക്കും ഒരു ഫോറക്സ് മാർക്കറ്റിൽ സംഭവിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ എന്തായിരിക്കും ബൈ ചെയ്യുക? സ്റ്റോക്കുകളെ ആയിരിക്കും ബൈ ചെയ്യുക. നമ്മളിപ്പോ ഒരു വെജിറ്റബിൾ മാർക്കറ്റിൽ എന്തായിരിക്കും ബൈ ചെയ്യുക? ഇപ്പൊ ഒരു കൈൻഡ് ഓഫ് വെജിറ്റബിൾ ആണ് അവിടെ ബൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു കായ, അല്ലെങ്കിൽ മത്തങ്ങ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വെണ്ടയ്ക്ക എന്ന് പറയുന്ന എന്തെങ്കിലും കൈൻഡ് ഓഫ് വെജിറ്റബിൾ ആണ് അവിടെ ബൈ ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടക്കുമ്പോഴോ അവിടെ സ്റ്റോക്കിനെയാണ് ബൈ ചെയ്യുന്നത്. ഇപ്പൊ ഓരോ മാർക്കറ്റ്, എല്ലാ മാർക്കറ്റിലും ബൈയിങ്ങും സെല്ലിങ്ങും തന്നെയാണ് നടക്കുന്നത്, എല്ലാ മാർക്കറ്റിലും. ഓക്കെ, ബേസിക്കലി ബൈയിങ്ങും സെല്ലിങ്ങും. സൗണ്ട് പോയോ? ഹലോ? സൗണ്ട് വന്നു നോക്കിയ? ഹലോ? ഹർഷത് മെത്ത. ഓക്കെ, അപ്പൊ ഇവിടെയും ബേസിക്കലി നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ്ങും സെല്ലിങ്ങും തന്നെ. എന്തിന്റെ? കറൻസി പെയേഴ്സിന്റെ. കറൻസി പെയേഴ്സ് ആണ് നമ്മളിവിടെ ട്രേഡ് ചെയ്യപ്പെടുന്നത് ഫോറക്സ് മാർക്കറ്റിൽ. ഓക്കെ, പിന്നെ ഫോറക്സ് മാർക്കറ്റിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? മെയിൻ ആയിട്ട് പ്രത്യേകത എന്താ? ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിന്റെ ടൈം സ്റ്റക്കായോ? സ്റ്റക്കായിട്ടില്ല കേട്ടോ. അതെ അതെ, ഇപ്പൊ ഇന്ന് മുതൽ ബേസിക്സിന്റെ ഫസ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഫോറക്സ് മാർക്കറ്റ് എന്തിനാ ഞാൻ ഫോറക്സിൽ ട്രേഡ് ചെയ്യേണ്ട ആവശ്യം? ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആയി നിൽക്കുന്ന സമയം എപ്പോഴാണ്? അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സമയം 9:15 മുതൽ 3:30 വരെ എന്നുള്ള സമയത്താണ്. 9:15 to 3:30 വരെയാണ് ഇന്ത്യൻ മാർക്കറ്റ് ആക്റ്റീവ് ആയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ചിലപ്പോൾ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഐ മീൻ ട്രേഡ് ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കണം എന്നുള്ള ആശയമുള്ള ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ എനിക്ക് ഒരു ഓപ്ഷനും കൂടിയാണ് ഫോറക്സ് മാർക്കറ്റ്. ബിക്കോസ് ഇത് 24 hours ആണ്. ഇപ്പോൾ മൺഡേ ടു ഫ്രൈഡേ 24 hours അവൈലബിൾ ആണ്. പിന്നെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. എന്താ ലിക്വിഡിറ്റി? ആ ടൈം ആരെങ്കിലും കേട്ടോ? ലിക്വിഡിറ്റി എന്നുള്ള ടൈം നമ്മൾ പുതിയ പുതിയ ടൈംസ് ഇങ്ങനെ പഠിച്ച് വരും. ഇപ്പോൾ ലിക്വിഡിറ്റി എന്നുള്ള ടൈം ഞാൻ യൂസ് ചെയ്തു. ലിക്വിഡിറ്റി കാര്യമായിട്ടൊന്നുമില്ല. അതായത് കുറേ ഇപ്പൊ എനിക്കൊരു കാറ് വാങ്ങണമെന്ന് വിചാരിക്കുക. അത് കാറ് സെല്ല് ചെയ്യാൻ അപ്പുറത്തെ സൈഡിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിലല്ലേ എനിക്ക് കാറ് വാങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കാർ ഉണ്ടാക്കേണ്ടി വരും. കാറിന് അല്ല, വോളറ്റാലിറ്റി അല്ല കേട്ടോ. ഇപ്പോൾ ചിന്തിച്ച ബയേഴ്സിന്റെ സെല്ലേഴ്സിന്റെ ഇപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും എപ്പോഴും അവൈലബിൾ ആയിരിക്കുക എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിക്വിഡിറ്റി ഇല്ലെങ്കിലത്തെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞ അല്ലേ കണ്ടോ?
അതെ, മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ ബയേഴ്സ്, സെല്ലേഴ്സ്, ആക്റ്റീവ് നമ്പർ. ഞാനിപ്പോൾ എത്ര രൂപയ്ക്ക് ഇപ്പോൾ എനിക്കൊരു കാറ് വാങ്ങണമെങ്കിൽ ആ കാറ് റെഡി ടു സെൽ എന്നുള്ള രീതിയിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വ്യക്തി ഉണ്ടായിരിക്കണം. എന്നാലാണ് എനിക്ക് കാറ് വാങ്ങാൻ സാധിക്കുള്ളൂ. അതിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കാറ് എനിക്ക് ഇപ്പം തന്നെ വിൽക്കണം എന്നൊക്കെയാ, ഇപ്പം തന്നെ വിൽക്കണം. അങ്ങനെ വിൽക്കണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ അതിന് ആവശ്യമായി അല്ലെങ്കിൽ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു ബയർ ഉണ്ടായിരിക്കണം. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അത്രയ്ക്കും നമുക്ക് അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഈസിനെസ്സിനും കൂടിയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ക്യാഷ് ക്യാഷ് എന്നുള്ള സംഭവം എടുത്തു, ഗോൾഡ് എന്നുള്ള സംഭവം എടുത്തു, പിന്നെ നമുക്ക് എന്താ പറയാ, റിയൽ എസ്റ്റേറ്റ്, ഈ 3 കേസ് എടുത്തു. ഇപ്പോൾ ഇത് മൂന്നും ഒരു കൈൻഡ് ഓഫ് അസറ്റുകൾ തന്നെയാണ്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ സംഭവം എനിക്കറിയാം അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഈസി അല്ലല്ലോ. പെട്ടെന്ന് ഇപ്പോൾ ഈ ഒരു മൊമെന്റിൽ എനിക്ക് ഈസി ആയിട്ട് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ വീട് വിറ്റ് സ്പോട്ടിൽ അതിൻ്റെ പൈസയാക്കി മാറ്റാൻ പറ്റുമോ? അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് എനിക്ക് വേറെ സാധനങ്ങൾ പെട്ടെന്ന് വാങ്ങണമെന്ന് വെച്ചാൽ പോസിബിൾ അല്ല. കാരണം അത് ലെസ് ലിക്വിഡ് ആണ്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി കുറവാണ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റിൽ ലിക്വിഡിറ്റി കുറവാണ്. മറിച്ച് ഗോൾഡ് ആണെങ്കിൽ കുറച്ചുകൂടി സ്പീഡിൽ എനിക്കത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി സ്പീഡിൽ. ഓക്കെ, അതെനിക്ക് ജ്വല്ലറിയിൽ പോയിട്ട് സെല് ചെയ്തുകൊണ്ട് എനിക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അല്ലെ, ജ്വല്ലറി ക്ലോസ് ആണെങ്കിൽ സാധിക്കില്ലല്ലോ, ഞാൻ സ്വകാര്യ വ്യക്തികളിൽ പോയിട്ട് ക്യാഷ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് പക്ഷെ റിയൽ എസ്റ്റേറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലിക്വിഡിറ്റി കൂടുതലാണ് ഗോൾഡ്, അല്ലെ. ഇനി ഞാൻ പ്യുവർ നമ്മുടെ കയ്യിലുള്ള നോട്ട് അല്ലെങ്കിൽ ക്യാഷ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ അത് ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും പറ്റും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി എങ്ങനെയായിരിക്കും? എൻ്റെ കയ്യിൽ ക്യാഷ് ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും ഹൈലി ലിക്വിഡ് എന്ന് എനിക്ക് പറയാൻ സാധിക്കുക. എൻ്റെ കയ്യിൽ ഗോൾഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത് കുറച്ചും കൂടി ലിക്വിഡിറ്റി കുറവാണ്. പക്ഷെ റിയൽ എസ്റ്റേറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഗോൾഡിന് ലിക്വിഡിറ്റി കൂടുതലാണ്. മനസ്സിലായി? ലിക്വിഡിറ്റി എന്ന് ഉദ്ദേശിക്കുമ്പോൾ ബയ്യറും സെല്ലറും അല്ലെങ്കിൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനെയാണ് ഉദ്ദേശിക്കുന്നത് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ. ഈസിലി എനിക്കത് എൻ്റെ കയ്യിൽ നിന്ന് അത് എക്സിറ്റ് ചെയ്ത് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കണം. ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സംഭവം, ഞാനൊരു ബയറോ സെല്ലറോ എന്തായിക്കോട്ടെ, എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സംഭവം ഞാൻ അപ്പുറത്തെ വ്യക്തിയിലേക്ക് എനിക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനെ ലിക്വിഡിറ്റി ഉള്ള മാർക്കറ്റ് എന്ന് അല്ലെങ്കിൽ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് അതാണ് ഞാൻ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. അത് ഈസി അല്ല, തൊട്ടപ്പുറത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ വിറ്റ് കാശാക്കുക എന്ന് പറയുമ്പോൾ എളുപ്പമുള്ള കാര്യമല്ല, കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. അപ്പൊ അത് വളരെ ലിക്വിഡിറ്റി കുറഞ്ഞ മാർക്കറ്റാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാം. ഇപ്പൊ ലിക്വിഡിറ്റി എന്താണെന്ന് മനസ്സിലായോ? ഹലോ. ഓക്കെ, സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ മതി കേട്ടോ. നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ നമ്മളൊരു ചെറിയ കുട്ടിയായിട്ട് കരുതുക, അപ്പൊ 5-ലോ 10-ലോ പഠിക്കുന്ന ഒരു ചെറിയൊരു വിദ്യാർത്ഥിയായിട്ട് കരുതുക. അപ്പൊ ആ വിദ്യാർത്ഥി ഗ്രാസ്പ് ചെയ്യുന്ന രീതിയിൽ ചിന്തിക്കുക, ചെറിയ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാനുള്ള ഒരു മടിയാവും. നമുക്ക് സിമ്പിൾ ആക്കി എടുത്താൽ മതി, വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമായിട്ട് എടുത്താൽ മതി. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞത് 24 hours ഉണ്ടാവും ആ മാർക്കറ്റ്, 24 hours ഓപ്പൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ എൻ്റെ അഡ്വാൻറ്റേജ് എന്താ? എനിക്ക് രാത്രി ആയാലും ട്രേഡ് ചെയ്യാം. ഓക്കെ, രാത്രി ആയാലും ട്രേഡ് ചെയ്യും. ഇപ്പൊ എൻ്റെ വർക്ക് ഞാൻ പറഞ്ഞു ഇന്ത്യ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്താണ് എനിക്ക് വർക്ക് ഉള്ളത്. അപ്പൊ എനിക്ക് ഇന്ത്യ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നില്ല, എനിക്ക് രാത്രിയും ട്രേഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. അപ്പൊ ആ ടൈം നമുക്ക് കുറച്ചുകൂടെ എന്താ, ടൈം ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഓക്കെ. പിന്നെ ഇന്ത്യൻ മാർക്കറ്റുമായിട്ട് ഞാൻ കുറച്ചും കൂടി ഇതിനെ അയ്യോ മൈക്ക് അടുത്താണ്, ഇനി ഇതിന്റെ മുകളിലേക്ക് അടുത്തേക്ക് ആക്കിയാൽ പറ്റില്ല. ഞാനൊരു കാര്യം ചെയ്യാം. ഇപ്പൊ ക്ലാരിറ്റി കിട്ടിയോ നോക്കിയാ? ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ആണെങ്കിൽ ഓക്കെ. ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് കേട്ടോ എവിടെയെങ്കിലും? ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് കേട്ടോ? ഞാൻ വേറെ രീതിയിൽ പറയാം. നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയാം, നല്ല എക്സാമ്പിൾ ആണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു സെൻട്രലൈസ്ഡ് മാർക്കറ്റ് ആണ്. പക്ഷെ ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് ആണ്. തീർച്ചയായിട്ടും. അപ്പോൾ കാര്യമായിട്ടുള്ള കൺട്രോൾ അവിടെ ഉണ്ടാവില്ല. ഇപ്പൊ ക്രിപ്റ്റോന്റെ മാർക്കറ്റ് ആരെ കൺട്രോൾ ചെയ്യുന്നത്? ആരും കൺട്രോൾ ചെയ്യുന്നില്ല.
ക്രിപ്റ്റോന്റെ മുകളിൽ യാതൊരുവിധ കൺട്രോളും ഇല്ല. പക്ഷെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും ഒരുപാട് കൺട്രോളും കാര്യങ്ങളും അവിടെ ഉണ്ട്. ഇപ്പോൾ ആ ഡീസെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ സെൻട്രലൈസ്ഡ് മാർക്കറ്റ് സംഭവം സെൻട്രൽ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്. പക്ഷെ അത് അങ്ങനെ കൺട്രോൾ ചെയ്യുന്നതിൽ വേറെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മളെ പോലുള്ള വ്യക്തികളിലേക്ക് മാർക്കറ്റിൽ ഒന്നും കേൾക്കുന്നില്ലേ? റെക്കോർഡിംഗ് ഉണ്ട്. ഇപ്പോൾ കേൾക്കാത്തൊരു ജസ്റ്റ് ഒന്ന് റീലോഗിൻ ചെയ്യാൻ ശ്രമിച്ചോളൂ. ഓക്കെ. ആ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് സെൻട്രലൈസ്ഡ് മാർക്കറ്റ് ആണ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് അതിന് മുകളിൽ നല്ല കൺട്രോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ സെൻട്രൽ ഗവൺമെന്റിന്റെ കൺട്രോൾ വരുന്ന സമയത്ത് ഒരു പ്രശ്നം അവിടെ വരാറുണ്ട്. അതായത് നമ്മളെ പോലെയുള്ള ചെറുകിട അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ട്രേഡേഴ്സിന് ഡാറ്റ കിട്ടുന്നത് സമയം വൈകിട്ടായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് നല്ല അഡ്വാൻസ്ഡ് ലെവലിൽ നല്ല ഹൈ സ്പീഡ് ഡാറ്റ എനിക്ക് അവിടെ നിന്ന് ലഭിക്കണമെങ്കിൽ ഞാൻ അതിനെ എക്സ്ട്രാ നല്ല രീതിയിൽ ഫണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഉണ്ട്. അപ്പോൾ വലിയവനും ചെറിയവനും അല്ലെങ്കിൽ ഡാറ്റ വാങ്ങുന്നവനും വിൽക്കാത്തവനും രണ്ട് ക്ലാസിഫിക്കേഷൻസ് വരാറുണ്ട്. ഇപ്പോൾ സെൻട്രലൈസ്ഡ് മാർക്കറ്റ് ആണ് സംഭവം ഗവൺമെന്റിന്റെ അണ്ടറിലാന്ന് പറഞ്ഞാലും അതിൻ്റെ ഉള്ളിലും വലിയ വലിയ സ്കാമുകൾ നടക്കാറുണ്ട്. ഓക്കെ, എന്നിട്ടും വലിയ വലിയ സ്കാമുകൾ നടക്കാറുണ്ട്. ഇപ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ബാങ്കിങ് സിസ്റ്റത്തിനൊക്കെ മാറ്റി മറയ്ക്കാൻ പോകാന്നുള്ള രീതിയിലുള്ള ഒരു ഡീസെൻട്രലൈസേഷൻ അവിടെ ഉണ്ട്. അവിടെ കാര്യമായിട്ടുള്ള ഒരു എന്താ പറയുക കൺട്രോളോ റെഗുലേഷൻസോ അതൊരു പരിധിക്ക് അപ്പുറത്തേക്കില്ല. പക്ഷെ ഇത് ക്രിപ്റ്റോന്റെ പോലെ അത്രയ്ക്ക് ഓപ്പൺ അല്ല, എന്നാൽ ഇതുപോലെ സെൻട്രലൈസ്ഡ് അല്ല. രണ്ടിൻ്റെയും ഒരു ക്യാരക്ടേഴ്സ് ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് റൺ ചെയ്യിക്കുന്ന വലിയ എത്രയുണ്ട് അവിടെ ട്രേഡിംഗ് ബോർഡിലും 6 ട്രില്യൺ ഒക്കെ ഉള്ള, ഐ മീൻ 6 ട്രില്യൺ ഒക്കെയാണ് അവിടെ ട്രേഡിംഗ് എന്നുള്ള രീതിയിലേക്ക് ആ മാർക്കറ്റിൽ ഫോറക്സ് മാർക്കറ്റിലേക്ക് കടന്നു വരുന്നത്. ബിക്കോസ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത് കറൻസീസ് ആണ്. US ഡോളേഴ്സും യൂറോയും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വലിയ വലിയ കറൻസികൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയിൽ നിന്ന് ഒരു വ്യക്തി വന്ന് പഞ്ചസാര വാങ്ങുന്ന പോലത്തെ ഉള്ള ട്രാൻസാക്ഷൻസ് അല്ല ഇവിടെ നടക്കുന്നത്. വേറെ ഇതിൽ എന്ത് ചോദിക്കി, ഇപ്പോൾ യൂറോപ്പ് എന്ന രാജ്യത്തിൽ നിന്ന് നമ്മളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ അല്ലെങ്കിൽ ഓഡിയോ ഓഡിയോ ഓക്കെ, ഒറ്റ മിനിറ്റ്, ആരോ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഒരൊറ്റ ഇത് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വോയിസ് തരാം. ഓക്കെ, ഇതൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ട്രാൻസാക്ഷൻസ് അല്ല. റീലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ റാഫേൽ റാഫേൽ വിമാനങ്ങൾ എന്ന് കേട്ടില്ലേ, ഫ്രാൻസിൽ നിന്ന് വാങ്ങിയിട്ടുള്ള റാഫേൽ വിമാനം. അതുപോലെ 600 കോടി $1 ബില്യൺ, 600 ബില്യൺ, 500 ബില്യൺ, അത്രയും വലിയ വലിയ ഇപ്പോൾ അവിടെ നിന്ന് വിചാരിക്കുക റാഫേൽ ഫൈറ്റർ ജെറ്റുകളുടെ വാങ്ങുന്നതിന് വേണ്ടി നമുക്ക് 600 ബില്യൺ വേണം, അല്ലെങ്കിൽ 600 ബില്യൺ കൊടുത്തിട്ടേ വാങ്ങാൻ പറ്റുള്ളൂ. അത് ഇന്ത്യൻ റുപ്പിയിലല്ല കൊടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യൻ റുപ്പിയിൽ കൊടുത്താലല്ല നമുക്ക് അതിന്റെ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുക. മറിച്ച് ഇന്ത്യൻ റുപ്പീനെ, നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ റുപ്പീനെ വിറ്റ് ഡോളർ വാങ്ങണം. ആ ഡോളർ $600 ബില്യൺ അല്ലെങ്കിൽ $6 ബില്യൺ കൊടുത്തുകൊണ്ടാണ് ഇത്രയും ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ കറൻസി ഏതാണ്, യൂറോ ആണ് അവരുടെ കറൻസി, എങ്കിൽ യൂറോയിലേക്ക് ഇന്ത്യൻ കറൻസി കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ഇത്തരം രാജ്യങ്ങൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസും ഈ ഫോറക്സ് മാർക്കറ്റിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ഇന്ത്യൻ റുപ്പീനെ വിറ്റു, എന്താ വാങ്ങിച്ചോ പകരം യൂറോ അല്ലെങ്കിൽ US ഡോളേഴ്സ് വാങ്ങിച്ചു. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു കറൻസി പെയർ അവിടെ ക്രിയേറ്റ് ആയി. USD INR അല്ലെങ്കിൽ EUR INR എന്നുള്ള രീതിയിലുള്ള കറൻസി പെയർ അവിടെ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം വലിയ വലിയ ട്രാൻസാക്ഷൻസ്, രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ വലിയ ട്രാൻസാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. സെൻട്രൽ ബാങ്കുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കും. ഇപ്പോൾ RBI പോലുള്ള, ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ഇപ്പൊ ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് 500 ബില്യൺ ആയി, 600 ബില്യൺ ആയി എന്നുള്ള രീതിയിൽ. അതായത് ഇന്ത്യൻ റുപ്പീനെ വിറ്റുകൊണ്ട് US ഡോളേഴ്സ് വാങ്ങി അത് കീപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അത്രയും വലിയ വലിയ ട്രാൻസാക്ഷൻസ് ആയിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ അത്തരം ട്രാൻസാക്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ്, വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ്, നമ്മളെ പോലുള്ള ചെറിയ ചെറിയ റീറ്റെയിൽ ട്രേഡേഴ്സിന്റെയും ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ അവിടെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആയിട്ട് വരുന്നത് ചെറുകിട നമ്മളെ പോലുള്ള ചെറിയ ചെറിയ ട്രേഡേഴ്സ് മുതൽ വലിയ വലിയ ഇന്ത്യയും അമേരിക്കയും പോലുള്ള വലിയ വലിയ എക്കോണമികളും ഇവിടെ പാർട്ടിസിപ്പൻസ് ആണ്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഇന്ത്യൻ മാർക്കറ്റും നമ്മുടെ ഫോറക്സ് മാർക്കറ്റും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്? ഇന്ത്യൻ മാർക്കറ്റും ഫോറക്സ് മാർക്കറ്റും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്? ഇപ്പൊ ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചില്ലേ ലിക്വിഡിറ്റിയുടെ കാര്യം.
അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് US ഫണ്ട് മിസ്സിങ് ചാൻസ് ഉണ്ടോ ചോദിച്ചപ്പോൾ ക്ലിയർ ആയില്ല. സോറി, എനിക്ക് ക്ലിയർ ആയില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഈ സോറി കേട്ടോ, എനിക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. പറ്റുകയാണെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് ടൈപ്പ് ചെയ്യാമോ? ഓക്കെ, നമുക്ക് അതിലേക്ക് കടക്കാം. നമുക്ക് ക്വസ്റ്റ്യനറിലേക്കൊക്കെ കടക്കാം. അപ്പോൾ ഞാനിതൊന്ന് പറയാനാണ്. അപ്പോൾ ഈ സൈഡിൽ കാണിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ, ഇവിടെ കാണിക്കുന്നത് ഫോറക്സ് മാർക്കറ്റിൻ്റെ കാര്യങ്ങളാണ്. നമുക്ക് അങ്ങനെ ബ്രോഡായിട്ട് ടെക്നിക്കൽ ടൈംസിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊഫഷണൽ എക്സ്പ്ലനേഷനിലേക്കോ കടക്കുന്ന അങ്ങനത്തെ ഇതിനായിട്ടും ബെറ്റർ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലിക്വിഡിറ്റി, ഇപ്പോൾ ഇതിങ്ങനെ വായിച്ച് കാണാതെ പഠിക്കുന്ന ആവശ്യമൊന്നുമില്ല. ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലിക്വിഡിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്പർ ഓഫ് ബയേഴ്സും നമ്പർ ഓഫ് സെല്ലേഴ്സും, അല്ലെങ്കിൽ നമുക്ക് പറയാം മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആണ്. അല്ലെങ്കിൽ എന്താ, നമ്മുടെ കയ്യിലുള്ള അസറ്റിനെ ക്യാഷ് ആയിട്ട് കൺവെർട്ട് ചെയ്യാനുള്ള ആ ഈസിനെസ്, ഇതൊക്കെയാണ് ലിക്വിഡിറ്റി. അപ്പോൾ ആ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ആ ക്യാഷ് ആയിട്ട് കൺവെർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പം സെല്ല് ക്ലിക്ക് ചെയ്ത സ്പോട്ടിൽ സെല്ലാവണം, ബൈ ക്ലിക്ക് ചെയ്ത സ്പോട്ട് സെല്ലാവണം, ആ എക്സാക്ട് പ്രൈസിൽ സെല്ലാവണം. ആ സ്പീഡ് അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ പവർ, ഇതൊക്കെയാണ് ലിക്വിഡിറ്റി ഉണ്ടാവുക. അതിന് അത്രയ്ക്കും ബയേഴ്സും സെല്ലേഴ്സും എപ്പോഴും റെഡി ആയിട്ട് ആക്റ്റീവായിട്ട് മാർക്കറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഹൈ നമ്പർ ഓഫ് ലിക്വിഡിറ്റി എപ്പോഴും കൂടുതൽ ഫോറക്സ് മാർക്കറ്റിലായിരിക്കും. ഏത് മാർക്കറ്റിനെ കമ്പയർ ചെയ്താലും ഏറ്റവും ലിക്വിഡിറ്റി കൂടുതലുള്ള മാർക്കറ്റ് ഫോറക്സ് മാർക്കറ്റാണ്. ബിക്കോസ് ഇത് $6 ട്രില്യൺ മാർക്കറ്റാണ്. ചെറിയ മാർക്കറ്റ് അല്ല. അത്രയും വലിയ ട്രാൻസാക്ഷൻസ് ഇൻ എ ഡേ അവിടെ സംഭവിക്കാറുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഒരു ടോപ്പിക് കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ സമയം തരാം. അല്ലെങ്കിൽ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഇപ്പോൾ ബാക്കിയുള്ളവർക്കും ഇങ്ങനെ ഒരു ഗ്യാപ്പും ലാഗ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഈ ഒരു ടോപ്പിക് കവർ ചെയ്തിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, ഇപ്പോൾ വോളറ്റാലിറ്റി എന്താ? വോളറ്റാലിറ്റി എന്താ? ലിക്വിഡിറ്റി നമ്മൾ പറഞ്ഞു മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആണെന്ന് പറഞ്ഞു. വോളറ്റാലിറ്റി എന്താ? വോളറ്റാലിറ്റി എന്തായിരിക്കും? നമുക്ക് അത് റിയൽ ലൈഫ് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഇപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു പോയിന്റ്, ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഇപ്പോൾ ഒരു കാറ് മൂവ് ചെയ്യാന്ന് വിചാരിക്കും. കാർ ഇങ്ങനെ വലിയ രീതിയിൽ ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ മൂവ് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ തന്നെ വേറെ ഒരു പോയിന്റിൽ നിന്ന് ഇപ്പുറത്തേക്കുള്ള വേറെ ഒരു പോയിന്റിലേക്ക് ഒരു കാറ് നല്ല ഹൈ സ്പീഡിൽ ഇങ്ങനെ മൂവ് ചെയ്യാന്ന് വിചാരിക്കുക. ഇത് രണ്ടും തമ്മിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഡിഫറൻസ് ആയിട്ട് തോന്നുന്നത്? ഈ രണ്ട് പാത്തുകളും തമ്മിലുള്ള ഡിഫറൻസ് ബേസിക് ആയിട്ടുള്ള ഞാൻ പറഞ്ഞ റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്. ഒരു കാറ് ഒരു സ്ട്രൈറ്റ് ലൈൻ പോലത്തെ ഒരു പാത്തിലൂടെ സിമ്പിൾ ആയിട്ട് പോകുന്നു. വേറെ കാർ ഇങ്ങനെ സിക്സാക്ക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് അതിന്റെ ഒരു ടാർഗറ്റിലേക്ക് എത്തുന്നു. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ കാണാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ വേണ്ട, അതും വേണ്ട. നമ്മൾ നമ്മുടെ വീടിന്റെ അവിടെയൊക്കെ കാർ ഓടിച്ച് നടക്കുന്നതും ഫോർമുല 1 കാർ ഓടിച്ച് നടക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? നമ്മുടെ വീടിന്റെ അവിടെ കാർ ഓടിച്ച് നടക്കുന്നതും ഫോർമുല 1 പോലുള്ള റേസിംഗിൽ കാർ ഓടിച്ച് നടക്കുന്ന തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഡിസ്പ്ലേസ്മെന്റ്. ഏത് നമ്മുടെ അവിടെ കാർ ഓടിച്ച് നടക്കുമ്പോൾ നമുക്കറിയാലോ, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. എൻ്റെ വീടിൻ്റെ അടുത്ത കാറ് എൻ്റെ വീടിൻ്റെ അടുത്ത റോഡ് സ്ട്രെയിറ്റ് റോഡ്, അവിടെ ഉണ്ടാവാൻ പോകുന്ന അപകടങ്ങളെയും കാര്യങ്ങളും കുറിച്ച് എനിക്ക് ഒരു പരിധി വരെയൊക്കെ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് സ്ലോ ആയിട്ട് എനിക്ക് മൂവ് ചെയ്താൽ മതി. സ്ലോ ആയിട്ടായിരിക്കും ഞാൻ മൂവ് ചെയ്യുക. ഫോർമുല 1 കിടക്കുമ്പോഴോ സ്പീഡി മൂവ്മെന്റ്സ് ആയിരിക്കും, ഹൈ കർവുകൾ ഉണ്ടായിരിക്കും, ക്രാഷ് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഓക്കെ, നമ്മൾ നമ്മുടെ അവിടെ എക്സ്പേർട്ട് ആവണം ആ റേസിംഗിലേക്ക് എത്തണമെങ്കിൽ. ഇപ്പൊ വീടിന്റെ അവിടെ കാർ ഓടിച്ച് നടക്കണ പോലെ ആയിരിക്കില്ല ഫോർമുല 1 പോയിട്ട് കാർ ഓടിക്കുമ്പോൾ. അവിടെ നമ്മൾ എക്സ്പേർട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ക്രാഷ് ആവാനുള്ള, പുറകെ വന്ന് അടുത്താൻ വന്ന് ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കറക്റ്റായിട്ട് കർവൊക്കെ എടുത്തില്ലെങ്കിൽ നമ്മളെ വേറെ എവിടെയെങ്കിലും ട്രാക്ക് തെറ്റി മാറിയിട്ട് അവിടെ എവിടെയും പോയിട്ട് ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി അല്ലേ? ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റ് ലെസ് വോളട്ടൈൽ. പക്ഷെ ഫോറക്സ് മാർക്കറ്റ് ഫോർമുല 1 പോലെ കുറച്ചും കൂടി സ്പീഡി മൂവ്മെന്റ്സ് തരുന്ന മാർക്കറ്റ് ആയിരിക്കും, കുറച്ചും കൂടി വോളട്ടൈൽ മാർക്കറ്റ് ആയിരിക്കും. അത് വിചാരിച്ച് ആരും അവിടെ പോയിട്ട് ട്രേഡ് ചെയ്ത് അത് ഡേഞ്ചറസ് മാർക്കറ്റ് ആണ്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ വീടിന്റെ അവിടെ കാർ ഇപ്പൊ ഫോർമുല 1 പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവന് അതിൻ്റെതായ റെമ്യൂണറേഷൻ കിട്ടും, ബിക്കോസ് ഈസ് ടേക്കിംഗ് റിസ്ക്.
അപ്പോൾ റിസ്ക് എടുക്കുന്നവന് അതിൻ്റെതായ റെമ്യൂണറേഷൻ അവിടെ നിന്ന് കിട്ടും. അതുകൊണ്ടാണ് അവൻ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നത്. അപ്പോൾ റിസ്ക് എല്ലായിടത്തും റിസ്ക് ഉണ്ട്. ഇപ്പൊ നമ്മൾ വെറുതെ നടന്നു പോകണമെങ്കിൽ നാളികേരം വീണ് മരിക്കാനുള്ള സാധ്യതയില്ലേ? ഒരു ഇത് പറഞ്ഞ കേട്ടോ. ഇപ്പോൾ ബൈക്കിൽ പോയി കഴിഞ്ഞാൽ ബൈക്ക് ഇടിക്കാൻ സാധ്യതയുണ്ട്, കാറിൽ പോയി കാർ ഇടിക്കാൻ സാധ്യതയുണ്ട്, ഇപ്പൊ ഫ്ലൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ റിസ്ക് നോക്കുകയാണെങ്കിൽ റിസ്ക് എല്ലായിടത്തും ഉണ്ട്. റിസ്ക് ഇല്ലാതെ നമ്മൾ ജീവിക്കാൻ പറ്റില്ല. നമ്മളിപ്പോ വെറുതെ ഞാൻ ഇപ്പൊ വെറുതെ ഇരുന്ന് എനിക്ക് അറ്റാക്ക് വരാനുള്ള സാധ്യതയില്ലേ? അല്ല, അത് റിസ്ക് എല്ലായിടത്തുള്ള കാര്യമില്ല. ഇപ്പൊ റിസ്കിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ആ റിസ്കിനെ എങ്ങനെ മിനിമൈസ് ചെയ്യാം, റിസ്കിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, റിസ്കിനെ എങ്ങനെ കയ്യിലെടുത്ത് അതിനെ സിമ്പിളാക്കി മാറ്റാം, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ വെറുതെ കയറിയിട്ട് ഫോറക്സിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പൈസ മൊത്തം പോകുള്ളൂ. ഫോറക്സ് എന്നല്ല, അറിയാണ്ട് എന്ത് ചെയ്താലും, ഫോറക്സ് എന്നല്ല, അറിയാണ്ട് സൈക്കിൾ ചവിട്ടിയാലും ബൈക്ക് ഓടിച്ചാലും ഡേഞ്ചറാണ്. റിസ്കിനെ മിനിമൈസ് ചെയ്യണം. ബൈക്ക് ഓടിക്കുമ്പോൾ എങ്ങനെ റിസ്കിനെ മിനിമൈസ് ചെയ്യുക? ഹെൽമെറ്റ് വെച്ചുകൊണ്ടായിരിക്കും. കാർ ഓടിക്കുമ്പോൾ ഇങ്ങനെ റിസ്ക് മിനിമൈസ് ചെയ്യുക? ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ടായിരിക്കും. എയർ ബാഗുള്ള കാർ ചൂസ് ചെയ്തുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ നല്ല ഹൈ സെക്യൂരിറ്റി, ഇപ്പോൾ വോൾവോ പോലത്തെ ഉള്ള കാർ ബ്രാൻഡുകളെ ചൂസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ വോളറ്റാലിറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളും വരുമ്പോൾ റിസ്ക് മാനേജ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ അത് പറയുന്ന പോലെ റിസ്ക് മാനേജ് ചെയ്യാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതൊക്കെ ടാക്കിൾ ചെയ്ത് കിടക്കാവുന്ന പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഡേഞ്ചറസ് ആയ മാർക്കറ്റ് ആണെങ്കിൽ പിന്നെ ആർക്കും ട്രേഡ് ചെയ്യാതെ അതിന് വെറുതെ വിട്ടുകൂടെ? പിന്നെ ആരും അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? പൈസ ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉള്ളത് കൊണ്ടാണ് എല്ലാവരും അതിനെ തേടി പിടിച്ചു പോകുന്നത്. അപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കിയാൽ പോരെ? എന്തുകൊണ്ട് അവിടെ നിന്ന് ഫോറക്സിൽ നിന്ന് പൈസ ഉണ്ടാക്കണം? അപ്പൊ അതിനുള്ള ഒരു ആൻസർ ഇവിടെ തന്നെ ഉണ്ട്, ബോക്സിൽ തന്നെ ഉണ്ട്. ഓക്കെ, പിന്നെ അത് നമുക്ക് അതിലേക്ക് കിടക്കാം. പിന്നെ ഇവിടെ നെക്സ്റ്റ് ടൈം എന്താ? മാർക്കറ്റ് ആക്സസ് ആണ്. ഇവിടെ വേറെ രീതിയിൽ എന്തൊക്കെയാണെങ്കിൽ ആക്സസ് എന്നുള്ള രീതിയിൽ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ട്രേഡ് ചെയ്യാം. ഇപ്പോൾ ഇന്ന രാജ്യത്ത് പോയി അവിടെ ബാനോ കാര്യങ്ങളോ അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. ഇപ്പോൾ ഞാൻ ഇന്ത്യയിൽ നിന്നുകൊണ്ടും, ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ആണെങ്കിൽ എടുത്ത് നോക്കിയേ, എനിക്ക് ഇന്ത്യൻ ടൈമിങ്ങിലാണ് ഇവിടെ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ, 9:15 to 3:30. ഞാനത് അമേരിക്കയിൽ എത്തുമ്പോൾ ഞാൻ ചിലപ്പോൾ ഉറങ്ങണ സമയത്തായിരിക്കും ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ടൈമിങ് ചിലപ്പോൾ എല്ലാ രാജ്യത്തിനും അത് സ്യൂട്ടബിൾ ആയി എന്ന് വരില്ല. ഇന്ത്യൻ മാർക്കറ്റ് ഒരുവിധ രാജ്യത്തെ ആക്സസ് ചെയ്യാൻ പറ്റും, പക്ഷെ ടൈമിങ് എല്ലായിടത്തും പോയിട്ട് സ്യൂട്ടബിൾ ആവണമെന്ന് ഇല്ല. പക്ഷെ ഫോറക്സ് ആണെങ്കിൽ 24 hours ഉണ്ട് എന്ന് പറഞ്ഞു, 24 hours. അപ്പോൾ അത് ഫുൾ ടൈം ആക്റ്റീവായിട്ടിരിക്കുന്ന മാർക്കറ്റാണ്, ഫുൾ ടൈം ആക്റ്റീവായിട്ടിരിക്കുന്ന മാർക്കറ്റാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള വ്യക്തിയാണെങ്കിലും ഇപ്പൊ ഇന്ത്യയിൽ ഇന്ന് ട്രേഡ് ചെയ്യാം, രാവിലെ ഇന്ന് ഇന്ത്യയിൽ ഇന്ന് ട്രേഡ് ചെയ്യാം. ഇപ്പൊ അമേരിക്കയിൽ ഇപ്പോൾ ആ സമയത്ത് രാത്രി ആയിരിക്കാം, പകലായിരിക്കും, എന്തായിക്കോട്ടെ, 24 hours അവിടെ ഉണ്ടല്ലോ. 24 hours അവിടെ ഉണ്ടല്ലോ, ട്രേഡ് ചെയ്യാം, പോസിബിൾ ആണ്. അതായത് ലിമിറ്റഡ് അല്ല. നമുക്ക് മാർക്കറ്റ് ആക്സസും അല്ലെങ്കിൽ ട്രേഡിംഗ് അവേഴ്സും അവിടെ ഇങ്ങനെ പരന്ന് കിടക്കുക. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ ഇരുന്നു കൊണ്ടും ട്രേഡ് ചെയ്യാനുള്ള ആക്സസ്, പോസിബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി അവിടെ ഉണ്ട്. അതാണ് ഇന്ത്യൻ മാർക്കറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു എന്താ പറയാ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായി തോന്നിയത്. പിന്നെ എന്തുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിനെ അപേക്ഷിച്ച് ഫോറക്സിലേക്ക് വരണം? പൈസ ഉണ്ടാക്കുന്ന കേസ് ഞാൻ പറഞ്ഞു, അതാണ് ഇവിടെ ലിവറേജ് എന്നുള്ള കാര്യം. ലിവറേജ് കേട്ടോ? ലിവറേജിനെ പറ്റി ആരെങ്കിലും കേട്ടോ എപ്പോഴെങ്കിലും? എന്താ ലിവറേജ് എന്ന് കേട്ടോ ആരെങ്കിലും? ലിവറേജ് എന്നുള്ളത് കേട്ടോ ആരെങ്കിലും? ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ലിവറേജ് അവൈലബിൾ ആണ്. എന്തിനു അവൈലബിൾ ആയില്ല? ഇൻട്രാഡേ ട്രേഡിങ്ങിന് അവൈലബിൾ ആണ്. ഇക്വിറ്റി ഇൻട്രാഡേ ചെയ്യുന്ന, അതെ തീർച്ചയായിട്ടും ഇൻട്രാഡേ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ 1000 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. 1000 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പൈസയുടെ കേസാണ് കേട്ടോ ഞാൻ പറഞ്ഞ 1000 രൂപ എന്നുള്ളത്. ഇപ്പൊ എനിക്ക് അതിൻ്റെ 5 ഇരട്ടി അല്ലെങ്കിൽ 5000 രൂപ വരെ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. 1000 രൂപയെ എൻ്റെ കയ്യിലുള്ളൂ, പക്ഷേ 5000 രൂപയുടെ വാല്യൂ, 5000 അല്ലെങ്കിൽ 5 ഇരട്ടി പ്രൈസ് അല്ലെങ്കിൽ 5 ഇരട്ടി വാല്യൂവിന് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലെ ലിക്വിഡിറ്റി 5x വരെ ലിവറേജ് ഉണ്ടെന്ന് പറയാൻ സാധിക്കും. ലിക്വിഡിറ്റി അല്ല, ലിവറേജ്. ഇന്ത്യൻ മാർക്കറ്റിൽ 5x ലിവറേജ് ഉണ്ട്. അതായത് എൻ്റെ കയ്യിൽ 1000 രൂപയുള്ളൂ, പക്ഷെ 5000 രൂപയുടെ സ്റ്റോക്ക് എനിക്ക് വാങ്ങാൻ സാധിക്കും. ഇത് ഇൻട്രാഡേ ബേസിസിൽ മാത്രമായിരിക്കും. ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പൊ എത്ര പറഞ്ഞേ? 1000 രൂപയുണ്ട്, 5000 രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കുന്ന പറഞ്ഞ 5 ഇരട്ടി എന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ? 5 ഇരട്ടി അല്ലെങ്കിൽ 5x ലിവറേജ് ഉണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ, അല്ലെ? ഫോറക്സിന്റെ ലിവറേജ് എത്രയാണെന്ന് അറിയോ? ഫോറക്സിലത്തെ ലിവറേജ് ആർക്കെങ്കിലും അറിയോ? 20, 100, up to 200.
100ഉം 1000ഉം അവൈലബിൾ, ഇൻഫിനിറ്റി ഒന്നല്ല, 100ഉം 1000 ഒക്കെ അവൈലബിൾ ആണ്. 2000ന്റെ ഫേമുകളുണ്ട്. അപ്പോൾ പക്ഷെ 1000 ഒന്നും പറയില്ല. അപ്പോൾ 100x എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1000 രൂപ എൻ്റെ കയ്യിലുള്ള വ്യക്തി 1,00,000 രൂപയുടെ ബിസിനസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ട്രേഡിംഗ് പോസിബിലിറ്റി അവിടെയുണ്ട്. 1000 രൂപ കയ്യിലുള്ള വ്യക്തിക്ക് 1,00,000 രൂപയുടെ ട്രേഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് മിനിമം ലിവറേജ് ആയ 100x 100x 1000x വെച്ച് ട്രേഡ് ചെയ്യുന്നവരുണ്ട്, 200ഉം 500ഉം 2000ഉം വെച്ച് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഇങ്ങനെ വലിയ വലിയ ലിവറേജ് എടുക്കാൻ ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് പറയില്ല. ലോസ് വരും, അതാ ഞാൻ പറയാൻ വരുന്ന കാര്യം. ഇപ്പൊ ഇത്രയ്ക്ക് 1000x അല്ലെങ്കിൽ 1000 ലിവറേജ് ഒന്നും എടുക്കാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നോർമലി എല്ലാവരും ട്രേഡ് ചെയ്യുന്നത് 100x ലിവറേജ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. 100x ലിവറേജ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ വെച്ചിട്ട് ഇപ്പൊ നോക്കി, എൻ്റെ കയ്യിൽ 1000 രൂപയുള്ളതെന്ന് വിചാരിക്കുക. അത് അത് പറയാം. ഒരു തരത്തിൽ നമുക്ക് ബ്രോക്കർ തരുന്ന ഒരു പോസിബിലിറ്റിയാണ്. ഇപ്പൊ എൻ്റെ കയ്യിൽ 1000 രൂപയുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ 1000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ടീ എന്ന് പറയുന്ന 1000 രൂപയുടെ പ്രൊഡക്റ്റ് സാധാരണഗതിയിൽ എനിക്ക് ഒരെണ്ണം വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ചെറിയ ക്യാപിറ്റലായിട്ട് ഇങ്ങനെ 1000 രൂപ എന്നുള്ള ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുമ്പോൾ മാർക്കറ്റ് പാർട്ടിസിപ്പേഷനും കുറവാണ്, നമുക്കൊരു അട്രാക്റ്റീവ്നെസ് ഇല്ല. അല്ലെങ്കിൽ എന്നെ മാർക്കറ്റ് അട്രാക്ട് ചെയ്യുന്ന എന്നെ പോലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിനെ മാർക്കറ്റ് അട്രാക്ട് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ബ്രോക്കർ ഒരു ഫെസിലിറ്റി തരാണ്. എത്ര? അവര് ഒരു കടമായിട്ട് 4000 രൂപ തരും. അപ്പൊ എനിക്ക് 4000 രൂപ അവര് കടമായിട്ട് തരും. മനസ്സിലായോ? അപ്പൊ അവര് കടമായിട്ട് തരണമെങ്കിൽ അപ്പൊ അതിൻ്റെതായ ബ്രോക്കറേജും കാര്യങ്ങളും അവര് ചെറിയ രീതിയിൽ കട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ കയ്യിൽ 1000 ഉള്ളൂ, പക്ഷെ എനിക്ക് 5000 ട്രേഡ് ചെയ്യാം. എന്നെ അത് അട്രാക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ എനിക്ക് സാധാരണഗതിയിൽ ഒരു പ്രൊഡക്റ്റേ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് മുകളിൽ 10 രൂപയാണ്. ആകെ 1000 രൂപ വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റിന് മുകളിൽ 10 രൂപയാണ് കിട്ടുക എന്ന് വിചാരിക്കുക. അപ്പോൾ 5x ലിവറേജ് ഇട്ടാലോ 10ന് പകരം എനിക്ക് 50 രൂപ കിട്ടും. 1000 വെച്ചിട്ട് സാധാരണ എനിക്ക് 10 രൂപയെ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ അവരെ 5x ലിവറേജ് തന്നു കഴിഞ്ഞാൽ 10 രൂപ ഉണ്ടാക്കുന്നതിന് പകരം എനിക്ക് 50 രൂപ ഉണ്ടാക്കാൻ സാധിക്കും. 100x ആണെങ്കിലോ 10 രൂപ ഉണ്ടാക്കുന്നതിന് പകരം എനിക്ക് 100 രൂപ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് പ്രോഫിറ്റിന്റെ സൈഡ്, ലോസിനും സെയിം സൈഡ് ഉണ്ട്. 10 രൂപ ലോസ് വരുന്ന അടുത്ത് 50 രൂപ ലോസ് വരാം. 10 രൂപ ലോസ് വരുന്ന അടുത്ത് 1000 രൂപ ലോസ് വരാം. രണ്ട് സൈഡ് ഉണ്ട്. ഒരിക്കലും ഒറ്റ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാതിരിക്കുക. എപ്പോഴും രണ്ട് സൈഡിലും കൂടി ചിന്തിക്കുക. അപ്പൊ എന്താ, റിസ്ക് അവിടെ ഉണ്ട്. അപ്പോൾ കണ്ണും പൂട്ടി റിസ്ക് എടുക്കാതിരിക്കുക. അതായത് അൾട്ടിമേറ്റ്ലി നമ്മളുടെ ക്യാപിറ്റലിനെ പ്രിസർവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റലിനെ സേവ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഏതൊരു ട്രേഡിലേക്ക് ഇറങ്ങേണ്ടത്. അത് ഇന്ത്യൻ മാർക്കറ്റ് ആയിക്കോട്ടെ, ഫോറക്സ് മാർക്കറ്റ് ആയിക്കോട്ടെ, ഏത് മാർക്കറ്റ് ആണെങ്കിലും നമ്മുടെ ക്യാപിറ്റലിനെ പ്രിസർവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സേവ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ ലിവറേജ് എന്ന് പറയുന്ന സംഭവം ഒരു വരം തന്നെയാണ്, റൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, റൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. കാരണം ഇത്രയും പോസിബിലിറ്റി ആണെങ്കിൽ തന്നെ മര്യാദയ്ക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ. പക്ഷെ അത് ഞാൻ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ അധികമായാൽ അമൃതം വിഷം എന്ന് പറയില്ലേ, അതേപോലെ തന്നെ അപ്പൊ അത് ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ അത് എനിക്ക് തിരിച്ചടിക്കും. അപ്പോൾ അവിടെ എന്താ വേണ്ടേ? റിസ്ക് മാനേജ്മെന്റ്. ഇപ്പോൾ ബ്ലൈൻഡ്ലി ട്രേഡ് ചെയ്യാൻ പാടില്ല. റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് മാത്രമാണ് ട്രേഡ് ചെയ്യാൻ പാടുള്ളത്. ഒരു ട്രേഡിലേക്ക് കടക്കുന്ന സമയത്ത് ഞാൻ ലാഭത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ലാഭത്തിനെ കുറിച്ചല്ല ആദ്യം ചിന്തിക്കേണ്ടത്. ഇപ്പൊ ഒരു ട്രേഡിലേക്ക് കടക്കുന്ന സമയത്ത് നഷ്ടം വരികയാണെങ്കിൽ ഇത്ര നഷ്ടം എനിക്ക് വരും. ഓക്കെ, അത് ഞാൻ ഐ ആം റെഡി ടു ആക്സെപ്റ്റ് ദാറ്റ് ലോസ് എന്നുള്ള രീതിയിൽ ആ വരാൻ പോകുന്ന നഷ്ടത്തിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കണം നിങ്ങൾ ആ ട്രേഡിലേക്ക് കയറി ചെല്ലേണ്ടത്. ഓക്കെ, ബിക്കോസ് റിസ്ക് എല്ലായിടത്തും ഉണ്ട്, നമ്മൾ പറഞ്ഞു. ഓക്കെ, ഒരു കാര്യം, 10 രൂപ മാത്രം ഉള്ള അക്കൗണ്ടിൽ 5x ലിവറേജ് ചെയ്ത ലോസ് ആയാൽ അതെങ്ങനെയാ ഞാൻ പറഞ്ഞുതരാം. നല്ല ഡൗട്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 10 രൂപയാണുള്ളതെന്ന് വിചാരിക്കുക. 10 രൂപയാണുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ 5x ലിവറേജ്, ഇവിടെ പടക്കം പൊട്ടണ സൗണ്ട് ഒക്കെ ഉണ്ട്, അവിടെ കേൾക്കണമെന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വിഷുവുമായിട്ടുള്ള ഓക്കെ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 10 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 5x ലിവറേജ് എന്ന് പറയുമ്പോൾ 50 രൂപയാവും. അപ്പോൾ ലോസ് വരാണെങ്കിൽ -40 വരില്ലേ? അങ്ങനെയാണെങ്കിൽ അത് ബ്രോക്കറിന് നഷ്ടമല്ലേ എന്നായിരിക്കാം നിങ്ങൾ ചിന്തിക്കേണ്ടാവുക. ഇപ്പം എന്താ ചെയ്യാന്നറിയോ? ഇപ്പം 10 രൂപയ്ക്ക് ട്രേഡ് ചെയ്താലും 50 രൂപയ്ക്ക് ട്രേഡ് ചെയ്താലും 10 രൂപയല്ലേ നമ്മുടെ കയ്യിൽ റിയൽ ആയിട്ട് എൻ്റെ പൈസ എന്ന് പറയുന്നത് 10 രൂപ മാത്രമാണ്.
ഇപ്പോൾ 5x ലിവറേജ് യൂസ് ചെയ്തുകൊണ്ട് 50 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 10 രൂപ നഷ്ടം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രേഡ് എക്സിറ്റ് ആവും. അല്ലാതെ ബ്രോക്കറിന്റെ കയ്യിൽ നിന്ന് 1 രൂപ അവിടെ ഇറങ്ങുന്നില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ എന്താണോ അതായിരിക്കും മാക്സിമം ലോസ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ ഏതാണോ അതാണ് മാക്സിമം. ചിരിക്കാനൊന്നുമില്ല. നെഗറ്റീവ് ബാലൻസ് പ്രൊട്ടക്ഷൻ വേറെ ഒന്നല്ല. നിങ്ങളിപ്പോ അത് ഇതും കാണിച്ചു കഴിഞ്ഞാൽ ബ്രോക്കറിന്റെ എന്തിനു പൈസ പോണം? ബ്രോക്കർ സേഫ് ആവണ്ടേ? നമ്മളെക്കാട്ടിയും അവിടെ റിസ്ക് മാനേജ് ചെയ്തിരിക്കുന്ന ബ്രോക്കറാ. അപ്പോ ഇപ്പൊ എല്ലാവരും വന്നിട്ട് എല്ലാവർക്കും ഒന്ന് ട്രേഡ് ചെയ്തിട്ട് എല്ലാവരും ലോസ് അടിച്ചു കഴിഞ്ഞാൽ ബ്രോക്കറിന്റെ കയ്യിൽ നിന്ന് പൈസ പോയിട്ട് ബ്രോക്കറിന് വല്ല ഉപകാരം ഉണ്ടോ? ആ, അപ്പൊ അത്ര തന്നെ ഉള്ളൂ. ബ്രോക്കർ ആദ്യം പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുക. അപ്പൊ ബ്രോക്കറിനെ പോലെ തന്നെ ആയിരിക്കണം നമ്മളെ റിസ്ക്കും കാര്യങ്ങളും ലോസും ഒക്കെ മാനേജ് ചെയ്തിട്ട് പക്കയായിട്ട് അവിടെ ഉണ്ടായിരിക്കണം. സീറോ ട്രേഡ് എക്സിറ്റ് ആവും. ഒരിക്കലും ബ്രോക്കറിന്റെ കയ്യിൽ നിന്ന് 1 രൂപ ഇറങ്ങില്ല. നമുക്ക് വരുന്ന ഒരു സപ്പോർട്ട് തരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയറും കാര്യങ്ങളും അവർ അത് ആ രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ആവും. നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ എക്സിറ്റ് ആവണ്ടെന്ന് വിചാരിക്കാനൊന്നും പറ്റില്ല. ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ആയിപ്പോ. ആ ഓക്കെ, ഒന്നുകൂടിയും പറയാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 10 രൂപയാണെന്ന് വിചാരിക്കുക. 10 രൂപയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 5x ലിവറേജ് 5x ലിവറേജ് എന്ന് പറയുമ്പോൾ ഓക്കെ 5x ലിവറേജ് എന്ന് പറയുമ്പോൾ ആ 10 രൂപയ്ക്കല്ല ഞാൻ ട്രേഡ് ചെയ്യുന്നത്, 50 രൂപയ്ക്ക്. അതായത് 40 രൂപ ഫോറക്സ് തന്നിട്ട് 50 രൂപ മൂല്യം അല്ലെങ്കിൽ 50 രൂപ വാല്യൂവിനായിരിക്കും ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആ സമയത്ത് ചിലപ്പോൾ ലോസ് വരാം. എവിടെ വരെ ലോസ്? ഇപ്പൊ ഫുള്ള് 50 രൂപ നഷ്ടം വന്നാലോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കേണ്ടാവുക. ഫുള്ള് 50 രൂപ നഷ്ടം വരാൻ ആ അതെ, ഫുള്ള് 50 രൂപ നഷ്ടം വരാൻ ബ്രോക്കർ സമ്മതിക്കില്ല. ഓക്കെ, പറയാം. ഫുള്ള് 50 രൂപ നഷ്ടം വരാൻ വേണ്ടിയിട്ട് ബ്രോക്കർ സമ്മതിക്കില്ല. ബ്രോക്കറിന്റെ കയ്യിൽ നിന്ന് 1 രൂപ നഷ്ടം വരില്ല. ബ്രോക്കറിന്റെ പൈസ എത്രയാ? 40 രൂപയാണ് ബ്രോക്കർ ഇതിൽ ഇറക്കിയിട്ടുള്ള പൈസ. 10 രൂപ മാത്രമാണ് നമ്മുടെ പൈസ. അപ്പൊ 50 രൂപയിൽ നിന്ന് 50 രൂപ വെച്ച് ട്രേഡ് ചെയ്യുന്ന സമയത്ത് 10 രൂപയായ നമ്മളുടെ പൈസയായ 10 രൂപയായ മാക്സിമം ലോസ് ഇതായിരിക്കും. നമ്മളുടെ പൈസ മാത്രമായിരിക്കും മാക്സിമം ലോസ്. നിങ്ങളിപ്പോൾ 10 രൂപ കൊണ്ട് 1000 ലിവറേജ് വെച്ചിട്ട് 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്താലും 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്യാന്ന് വിചാരിക്കുക, അതിൽ 10 രൂപ ലോസ് വന്ന് നമ്മളെ ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ആയിപ്പോ. അപ്പൊ 10 രൂപ, അതായത് ബ്രോക്കർ എന്ന് പറഞ്ഞാൽ ഇടനിലക്കാരൻ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇടനിലക്കാരൻ. നമ്മൾ ക്യാഷ് ഉണ്ടാക്കിയാലാണ് ഒരു തരത്തിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം ബ്രോക്കറേജ് യൂസ് ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് പോയിട്ട് ഇപ്പോൾ സെൻട്രൽ ബാങ്കിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഫോറക്സ് വലിയ വലിയ ടീംസിന് അങ്ങനത്തെ രീതിയിലുള്ള ട്രാൻസാക്ഷൻ നടത്താൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഒരു ബ്രോക്കർ ത്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ത്രൂ ആയിരിക്കും നമുക്ക് ട്രേഡിങ് കാര്യങ്ങളും പോസിബിൾ ആയിട്ടിരിക്കുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എനിക്ക് നേരിട്ട് അതിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് വേണമെങ്കിൽ മാറി നിൽക്കാം. അല്ലെങ്കിൽ ഒരു ബ്രോക്കർ അല്ലെങ്കിൽ ഫേമിന്റെ കൂടെ ഫേം നമുക്ക് ട്രേഡിംഗ് പോസിബിലിറ്റി ഒരുക്കി തരുന്നുണ്ട്. അവരുടെ കൂടെ ആ ജേണിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇപ്പോൾ നമുക്ക് ട്രേഡിങ്ങിലേക്ക് പങ്കെടുക്കാം. റിസ്കി ബിസിനസ് ആ ട്രേഡിങ്ങിലേക്ക് പങ്കെടുക്കാൻ സാധിക്കും. അത് നമ്മൾ ചൂസ് ചെയ്യണ വേണ്ട എന്നുള്ളത് നമ്മൾ 10 രൂപീസ് കുറഞ്ഞാൽ 10 രൂപ കുറഞ്ഞു എന്ന് വെച്ചാൽ 10 രൂപ ലോസ് വന്നാൽ ഇപ്പം നമ്മളുടെ കയ്യിലുള്ള പൈസ എത്രയാണോ അത്രയ്ക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ആവും. അതായത് ബ്രോക്കറിന്റെ കയ്യിൽ നിന്ന് 1 രൂപ നഷ്ടപ്പെടില്ല. മനസ്സിലായോ റേഹാൻ? ഇപ്പൊ നമ്മൾ കൊണ്ടുവരുന്ന ക്യാപിറ്റലാണ് മാക്സിമം ലോസ്. ഇപ്പൊ ഞാൻ 100 രൂപയാണ് കൊണ്ടുവന്നത്, ബ്രോക്കർ എനിക്ക് ഒരു 10 ലക്ഷം രൂപ തന്നു, ആയിക്കോട്ടെ. അത് മൊത്തം രണ്ടും കൂടിയിട്ട് ഉപയോഗിച്ച് ഞാൻ ട്രേഡ് ചെയ്തു. ഇത് 100 രൂപ ലോസ്. ആ ടോട്ടൽ ട്രേഡിൽ 100 രൂപ ലോസ് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന പൈസ തീർന്നു. അപ്പൊ നമ്മൾ എക്സിറ്റ് ആവും. പ്രോഫിറ്റ് എത്ര കിട്ടിയാലും കുഴപ്പമില്ല, ലോസ് ആയി അവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. അതെ, പ്രോഫിറ്റ് എത്ര ആണെങ്കിൽ പോയിക്കോട്ടെ. അപ്പൊ ബ്രോക്കറിന്റെ കയ്യിൽ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ബ്രോക്കറിന്റെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുന്നില്ല. ഐ മീൻ ലോസ് ഇറങ്ങുന്നില്ല. ലോസ് എങ്ങനെയാണ് ലോസ് ആവുന്നതെന്നോ? സിമ്പിൾ അല്ലേ? ഇപ്പൊ ഞാൻ എന്താ പറയാ, ഒരു ജോഡി ഗപ്പീനെ വാങ്ങിച്ചു. ആ ഗപ്പിയുടെ വില 10 രൂപ. അത് വേണമെങ്കിൽ എനിക്ക് 100 രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കില്ലേ? 100 രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കും. എനിക്ക് കഴിവുണ്ടെങ്കിൽ എനിക്ക് 100 രൂപയ്ക്ക് വിൽക്കാം. അപ്പോൾ ജീവനോടെ ഇരിക്കുമ്പോഴാണ് ആ ഗപ്പിയുടെ വില 10 രൂപ. ആ ഗപ്പി ചത്തുപോയി കഴിഞ്ഞാൽ അതിന്റെ വില 0 അല്ലേ? പിന്നെ അതെനിക്ക് വിൽക്കാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ ചാളയും മയിലൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ വിൽക്കാം, അല്ലേ? അപ്പോൾ ഓരോത്തിനും ഓരോ ഇതുകളുണ്ട്. അപ്പോൾ വില കൂടാനും വില കുറയാനും കാര്യങ്ങളുണ്ട്. സോറി
ഇപ്പോ വേറെ ഇതിൽ ചിന്തിച്ച് നോക്കിയേ, ഇപ്പൊ 10 രൂപയുടെ ഗപ്പി വാങ്ങാൻ, ഇപ്പൊ ഇന്ത്യയിൽ എൻ്റെ മാത്രമുള്ള 10 രൂപയുടെ ഗപ്പി എന്ന് വിചാരിക്കുക. അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു. ഞാൻ പറഞ്ഞു 100 രൂപ എന്ന് പറഞ്ഞു. അത് വാങ്ങാൻ വേണ്ടിയിട്ട് അടുത്ത ആൾ വന്നു. അപ്പൊ ആള് പറഞ്ഞു ഞാൻ 200 തരാം, എനിക്ക് തരൂ. വേറെ ആൾ വന്നു, ഞാൻ 20 തരാം, എനിക്ക് തരൂ. അപ്പോൾ എന്താ, ഡിമാൻഡ് കൂടാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ വാങ്ങുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് ആൾക്കാർ, ഒരു പ്രൊഡക്റ്റ് അവിടെ ഉണ്ട്, പക്ഷെ ആ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ അതിനെക്കാട്ടി കൂടുതൽ ആളുകൾ അത് വാങ്ങാൻ തയ്യാറായി വരികയാണെങ്കിൽ ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടും, അല്ലേ? ഹൗ ടു ബി ഫെമിലിയർ വിത്ത് ഫോറിൻ കറൻസീസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ഫെമിലിയർ ആവും. നമുക്ക് ഒറ്റയടിക്ക് അവിടേക്ക് പോകാൻ പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. വേറെ ഒന്നുകൊണ്ടല്ല, നമ്മൾ 10ാം ക്ലാസ്സിൽ എത്താന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് 10ലല്ല എത്തുന്നത്. നമ്മൾ 1, 2, 3, 4 അങ്ങനെ പതുക്കെ പതുക്കെ ആയിരിക്കും 10ാം ക്ലാസ്സിലേക്ക് എത്താം. നമുക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കും, നമ്മൾ ഒരുമിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും പഠിക്കും, പക്ഷെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നുള്ള രീതിയിലായിരിക്കും പഠിക്കുക. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അക്കൗണ്ടിൽ 20 രൂപ ഉണ്ടെങ്കിൽ ട്രേഡ് ചെയ്ത 10ന് അങ്ങനെ ലോസ് എത്ര, അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലിമിറ്റ് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് വെച്ച് ലിമിറ്റ് ചെയ്യാൻ. അതെ, ഫസ്റ്റ് ക്ലാസ് അല്ലേ, പതുക്കെ പതുക്കെ പോകാം. ഇപ്പോൾ ഗുഡ് ബ്രോക്കർ എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോറക്സ് മാർക്കറ്റിൽ ഒരുപാട് ബ്രോക്കേഴ്സ് അവൈലബിൾ ആണ്, ഒരുപാട് ബ്രോക്കേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ എ ബുക്ക് ബ്രോക്കർ ഉണ്ട്, ബി ബുക്ക് ബ്രോക്കർ, അങ്ങനെ 2 തരത്തിൽ വേണമെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്രൂക്ക് ബ്രോക്കർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും ഹൈ ലെവലിൽ നിൽക്കുന്നതായിട്ടാണ് പറയുന്നത്. കുറച്ചും കൂടിയും ഒരു എന്താ പറയുക, ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ബ്രോക്കർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ജെറ്റ എഫ് എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ബുക്ക് ബ്രോക്കർ ആയിട്ടാണ് രജിസ്റ്ററും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മിനിമം ഡെപ്പോസിറ്റ് ഇപ്പോൾ $10 ആയാലും $5 ആയാലും ഒക്കെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10,000 ഒക്കെ ഐ മീൻ ട്രേഡ് ചെയ്ത് പഠിച്ചിട്ട് കേട്ടോ, ട്രേഡിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ട് നമുക്കൊരു 10,000-10,000 രൂപയൊക്കെ വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ അതിന് നമ്മുടെ അക്കൗണ്ടിൽ അത്രയും എമൗണ്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ 100 സ്റ്റോക്ക് വാങ്ങിച്ചു, അപ്പോൾ അനന്തർ ഞാൻ ഒരു മിനിറ്റ്, $100 സ്റ്റോക്ക് വാങ്ങിച്ചു, അപ്പോൾ അനന്തർ $150 വാങ്ങിച്ചു. അതെനിക്ക് മനസ്സിലായില്ല കേട്ടോ റാസിക്. അപ്പോൾ ബ്രോക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾ ഡിസ്കോഡ് ചാനലിൽ ഉള്ളവരായിരിക്കും എന്തായാലും. ഇപ്പോൾ ഡിസ്കോഡ് ചാനലിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വെൽക്കം എന്ന് പറഞ്ഞ ഇത് കണ്ടിട്ടില്ലേ, ഡിസ്കോഡ് ചാനലിൻ്റെ ഉള്ളിൽ വെൽക്കം എന്ന് പറഞ്ഞ ഒരു സോൺ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ തുടങ്ങിക്കോളൂ. അപ്പോൾ ഏത് പോയിന്റിലാണ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ചോദിക്കാം. അവിടെ ഡൗട്ട് ചോദിക്കാനുള്ള ഡൗട്ട് ചോദിക്കാനുള്ള ചാനലുകളുണ്ട്. ലോസ് എങ്ങനെയാ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ലോസ് സംഭവിക്കുക, അതുപോലെ തന്നെ. അതായത് വീണ്ടും പറയാം, നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു ബൈക്ക് വാങ്ങിച്ചു. ഫോർ എക്സാമ്പിൾ RX 100 എന്ന് പറഞ്ഞ ബൈക്ക് 1,00,000 രൂപയ്ക്ക് ഞാൻ വാങ്ങി. 1,00,000 രൂപയ്ക്ക് വാങ്ങി. അപ്പോൾ അയ്യോ, ഇതിൽ സ്ക്രീനിൽ കോറ് വരയ്ക്കരുത് പ്ലീസ്. സ്ക്രീനൊന്ന് ക്ലിയർ സ്ക്രീനിലൊന്നും ചെയ്യരുത് കേട്ടോ, സോറി പ്ലീസ്. ഇപ്പോൾ RX 100 എന്നുള്ള ബൈക്ക് ഞാൻ 1,00,000 രൂപയ്ക്ക് വാങ്ങി. ഇത് ഞാൻ വാങ്ങിയിട്ട് അത് വിൽക്കാനാണ് ഉദ്ദേശിച്ചത്. ഞാൻ 1,00,000 രൂപയ്ക്ക് മുകളിൽ ഇപ്പം പെട്ടെന്ന് അല്ല, RX 100 ഓൾറെഡി ക്രൈസ് ഉണ്ട് എല്ലാവർക്കും, അതിൻ്റെ മുകളിലേക്ക് ക്രൈസ് വരാണ്. ഭയങ്കരമായിട്ട് അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വാല്യൂ 1,00,000 നിന്ന് 1,50,000 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ വാങ്ങിയ വില വിറ്റ വില തമ്മിലുള്ള ആ ഡിഫറൻസ്, അതായത് ഇപ്പോൾ സെല് ചെയ്ത വില മൈനസ് ബൈ ചെയ്ത വില, അതായത് 50,000 ആണല്ലോ ഇവിടുത്തെ പ്രോഫിറ്റ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഞാൻ വാങ്ങിയതിന് ശേഷം അതിൻ്റെ വില കൂടുകയാണെങ്കിൽ, വില കൂടിയിട്ട് ഞാൻ വിൽക്കുന്നതെങ്കിൽ ഓക്കെ, പ്രോഫിറ്റ് 50,000 രൂപ. സിമ്പിൾ കാര്യം, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. പക്ഷേ ഞാൻ RX 100 വാങ്ങിച്ചതിന് ശേഷം ഇന്ത്യയിൽ തന്നെ RX 100 ബാൻ ചെയ്തു. അല്ലെങ്കിൽ ഇന്ത്യയിൽ RX 100 ഒരു കൊല്ലത്തിനുള്ളിൽ ബാൻ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 1,00,000 നിന്ന് അതിൻ്റെ വില 50,000 കുറയാം. അപ്പോൾ ഞാൻ വാങ്ങിയ വിലേനെക്കാട്ടിയും താഴെയുള്ള വിലയിലേക്ക് ഞാൻ എക്സിറ്റ് ചെയ്യും, അല്ലെങ്കിൽ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 1,00,000 രൂപയ്ക്ക് വാങ്ങിച്ചു, പക്ഷേ എനിക്കത് താഴ്ന്ന വില അല്ലെങ്കിൽ 50,000 അത് വിൽക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ അവിടെ എനിക്ക് വരുന്ന നഷ്ടം എന്ന് പറയുന്നത് 50,000 അല്ലേ. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് ഇത് ഇങ്ങനെ ഇപ്പൊ ബിസിനസ്സിൽ എന്താണോ നമ്മൾ ബേസിക് ആയിട്ട് ലാഭം നഷ്ടം വരുന്നത്, അത് തന്നെയാണ് ഇവിടെയും. ഏതൊരു മാർക്കറ്റും ഞാൻ പറഞ്ഞില്ലേ, ഏതായാലും മാർക്കറ്റ് എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞാൽ അവിടെ വാങ്ങലും വിൽക്കലും തന്നെയാണ്. അപ്പൊ വാങ്ങലും വിൽക്കലും സംഭവിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ലാഭവും നഷ്ടം എന്താണോ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അക്കൗണ്ട് ഓപ്പണിങ്ങിന്റെ കാര്യം പറയാം. ഹോൾഡ് ചെയ്താൽ വെക്കാൻ പറ്റും, ഹോൾഡ് ചെയ്താൽ വെക്കാനൊക്കെ പറ്റും. നഷ്ടം സഹിച്ച് ഹോൾഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഓക്കെ.
ഒറ്റ മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, 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 ഹലോ. ഓക്കെ. നമുക്ക് ഇവിടെ ഇപ്പോൾ $10 ആയാലും $5 ആയാലും $50 ആയാലും $100 ആയാലും നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്പോസിറ്റ് പാൻ കാർഡും ആധാർ കാർഡ് കുറേ ഡീറ്റെയിൽസ് ഒക്കെ വേണം. ഇപ്പം നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രോക്കർ എന്ന് പറയുമ്പോൾ ജെറ്റ് എഫ് എക്സ് എന്ന് പറഞ്ഞ ബ്രോക്കറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതിന് ഒരു അഡ്വാൻറ്റേജ്, ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞുതരാം. ഇപ്പം എന്തായാലും നമ്മൾ ഏതെങ്കിലും ഒരു ബ്രോക്കർ വേണമല്ലോ നമുക്ക് ട്രേഡിങ്ങും കാര്യങ്ങളും നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഒരു ബ്രോക്കർ ഫോറക്സിൽ ലോങ് ടൈം ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ലിവറേജ് വെച്ചിട്ട് 364 ഡേയ്സ് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. 364 ഡേയ്സ് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ അതേപോലെ തന്നെ ഒരു ബുക്ക് ബ്രോക്കർ ആയിട്ടാണ് ജെറ്റ് എഫ് എക്സിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ജെറ്റ് എഫ് എക്സ് ഇതിൽ കമ്മീഷന്റെ കാര്യങ്ങളും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നമ്മളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ അങ്ങനെ കൃത്യമായിട്ട് തരും. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കിടക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഞാൻ ബ്രോക്കറിനെ പരിചയപ്പെടുത്തി തരും. ട്രേഡ് ചെയ്യുന്ന കാര്യങ്ങൾ അത് മൊത്തം പരിചയപ്പെടുത്തി തരും. നമുക്കിത് ബേസിക് ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ, കാരണം അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ കുറേ പറയാനുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ. ഇപ്പൊ ഇതില് ജെറ്റ് എഫ് എക്സിന്റെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ എന്തായാലും ട്രേഡ് ചെയ്യുമ്പോൾ ഒരു ബ്രോക്കറിനെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുപോലെ തന്നെ ഒരു ബ്രോക്കറാണ് ജെറ്റ് എഫ് എക്സ് ബുക്ക് എന്നുള്ള രീതിയിൽ ഹൈ ലെവൽ തന്നെയാണ് അതിനെ രജിസ്ട്രേഷനും കാര്യങ്ങളും നടത്തിയിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ ഫ്രീ ആയിട്ട് ഫോറക്സിൽ ട്രേഡ് ചെയ്യാനുള്ള ടൂൾസും കാര്യങ്ങളും ഭാവിയിൽ ലൈവ് ട്രേഡിങ് കാര്യങ്ങളും എന്തായാലും വരും. നമ്മൾ നല്ല സ്ട്രാറ്റജി, ഇപ്പോൾ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് പോലുള്ള ചെറിയ സ്ട്രാറ്റജീസ് ആയിരിക്കും നല്ല സ്ട്രാറ്റജി, നല്ല ക്വാളിറ്റി ഉള്ള സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാൻ നിങ്ങളെ പ്രാപ്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ ഫ്രീ ട്രേഡിംഗ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഫ്രീ ആണ് എന്ന് കരുതിയിട്ട് ചെറിയ ലോ ക്വാളിറ്റി കണ്ടന്റ് ആയിരിക്കില്ല നമ്മൾ ഒരിക്കലും കൊടുക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും നല്ല ഹൈ ക്വാളിറ്റി സ്ട്രാറ്റജീസ് തന്നെ ആയിരിക്കും ഡെലിവർ ചെയ്യുക. കാരണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് പ്രോഫിറ്റ്സ് മേക്ക് ചെയ്യാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞാൻ പറഞ്ഞു ലൈവ് ട്രേഡിംഗ് ഉണ്ടാവാൻ ഭാവിയിൽ. ഓക്കെ. പറയാം സോറി. പിന്നെ ഇതിൽ 1 lakh ചലഞ്ച് പോലുള്ള ചലഞ്ചുകളും വരും. ഓക്കെ. 1 lakh ചലഞ്ച് റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. 1 lakh ചലഞ്ച് പോലെ, അതായത് നമ്മളിപ്പോൾ ഒരു കൂട്ടം ആളുകളിൽ നിന്ന് ഒരുമിച്ച് ഒരു കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ ജെറ്റ് എഫ് എക്സ് എന്ന് പറഞ്ഞ ബ്രോക്കർ യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പറയുന്നത്, ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്, കൃത്യമായിട്ട് റൂൾസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഡിസ്കോഡിൻ്റെ ഉള്ളിൽ ഡെലിവർ ചെയ്യും. ഇപ്പോൾ ഒരു 1 lakh ചലഞ്ച് പോലുള്ള ഒരു ചലഞ്ച് എന്ന് പറയുമ്പോൾ ഒരു വൺ മന്ത് അല്ലെങ്കിൽ 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് എന്ന് പറഞ്ഞ ഒരു കാലയളവ് പറയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ $100 അല്ലെങ്കിൽ $250 നമ്മൾ അതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അതായിരിക്കും മിനിമം ക്യാപിറ്റലും മാക്സിമം ക്യാപിറ്റലും. അപ്പോൾ അത് ഒരു ഇതുപോലെ ക്രൈറ്റീരിയ പോലെ മിനിമം ക്യാപിറ്റലും മാക്സിമം ക്യാപിറ്റലും ഉണ്ടാവും. അതെല്ലാം ഒന്നായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ $250 എന്ന് വിചാരിക്കുക. അപ്പോൾ $250 ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്ന ഒരാഴ്ചയിൽ ഈ 1 lakh ചലഞ്ചിൽ പങ്കെടുക്കുന്നവരിൽ ആരാണോ കൂടുതൽ പ്രോഫിറ്റ്സ് മേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന ടാർഗറ്റ് മീറ്റ് ചെയ്യുന്നത്, അപ്പൊ അവർക്ക് $1,00,000 റിവാർഡ് എന്നുള്ള രീതിയിൽ ഉള്ള ചലഞ്ചുകളും ഇവിടെ വരും. ഇപ്പോൾ $1,00,000 നേടാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണും പൂട്ട് കുറെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ലോസ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് അവിടെയും വേണ്ടത് സ്ട്രാറ്റജിയും നമ്മളെ ടാർഗറ്റ് അടിക്കാനുള്ള ക്യൂരിയോസിറ്റി മാത്രം ഉണ്ടായാൽ പോരാ. നമുക്ക് വേണ്ട കാര്യം എന്താ? റിസ്ക് മാനേജ്മെന്റ്. ഒരുപാട് പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്നതിന് ഏറ്റവും മുകളിൽ നിൽക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസ്കിനെ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. നമ്മൾ ബ്രോക്കറിൽ ആഡ് ചെയ്യുന്ന ഫണ്ടിന്റെ പുറത്ത് നമുക്ക് മാത്രമാണ് ട്രാൻസാക്ഷൻ മതി. സമറിസം കിട്ടുമല്ലോ വലിയ ലോട്ട്സ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബുക്ക് ബ്രോക്കർ, ബുക്ക് ബ്രോക്കർ എന്നാണ്.
ബുക്ക് ബ്രോക്കറിലല്ല അങ്ങനത്തെ കാര്യങ്ങൾ വരാം. സ്കാമും കാര്യങ്ങളും ചെയ്യുന്ന ബ്രോക്കേഴ്സ് ബിഗ് ബുക്ക് ബ്രോക്കേഴ്സിലായിക്കോട്ടോ. പിന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്കോഡ് ചാനലിൽ വെൽക്കം എന്ന് പറഞ്ഞ ഇതുണ്ടാവില്ലേ, വെൽക്കം എന്ന് പറഞ്ഞ ചാനലിൻ്റെ ഉള്ളിലുണ്ട്, ഡിസ്കോഡിൻ്റെ ഉള്ളിൽ വെൽക്കത്തിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ അത് നമുക്ക് ഇപ്പോൾ പേഴ്സൻറ്റേജ് എടുക്കുകയാണെങ്കിൽ നോർമലായിട്ട് എത്ര പെർസെൻറ്റേജ് വേണമെങ്കിൽ കളക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഫോറക്സിൽ സാധാരണ എല്ലാവരും ടാർഗറ്റ്. ഓക്കെ അത് ചെക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിസ്കോഡിൽ കണക്ട് ചെയ്യാൻ മതി, ചിറ്റ് ചാറ്റിലോ എവിടെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്താൽ മതി. നമുക്ക് സെഷന് ശേഷം അത് ക്ലിയർ ചെയ്യാം കേട്ടോ. ഫോറക്സിൽ പക്ഷേ എല്ലാവരും സാധാരണ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോറക്സ് എന്നല്ല ഏത് മാർക്കറ്റിലാണ് വലിയ ടാർഗറ്റ് അല്ല വെക്കുക, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനും ശ്രമിക്കുക. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ചെറിയ ഇപ്പോൾ 10%, 15% എന്നുള്ള മന്ത്ലി ടാർഗറ്റിലേക്കാണ് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ചെറിയ ടാർഗറ്റ്, എൻ്റെ കയ്യിലുള്ള 10,000 രൂപ വെച്ചുകൊണ്ട് ഞാൻ 1,00,000 രൂപ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന റിസ്ക് കൂടുതലായിരിക്കും. അപ്പോൾ അതേ സമയത്ത് എൻ്റെ അക്കൗണ്ട് വാഷ് ഔട്ട് ആയി പോകാനുള്ള സാധ്യത വരും. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈ ക്യാപിറ്റൽ സാധാരണ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഹൈ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന പ്രോഫിറ്റ്സ് എപ്പോഴും ഇപ്പോൾ 5%, ലെറ്റ്സ് സേ 5 or 10% എന്നുള്ള മിനിമം പെർസെൻറ്റേജ് കളക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ സേഫ് ആയിട്ടിരിക്കാനാണ് എപ്പോഴും ശ്രമിക്കുക. ഫോറക്സിൽ ഇന്ത്യൻ സ്റ്റോക്സ് അവൈലബിൾ അല്ല. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ഫോറക്സിൽ കറൻസി പെയേഴ്സ് ആയിട്ടാണ് ട്രേഡ് ചെയ്യാവുന്നത്. കറൻസി അല്ല, കറൻസി പെയേഴ്സ്. ഇപ്പോൾ ഒരെണ്ണത്തിൽ എപ്പോഴും 2 കറൻസീസ് ഉണ്ടായിരിക്കും. 2 കറൻസി ചേർന്നാണ് ഒരു കറൻസി പെയർ. ഇപ്പോൾ യൂറോ USD എന്നുള്ളൊരു കറൻസി പെയർ പറയുകയാണെങ്കിൽ ഒന്നിൽ യൂറോ, ഇപ്പോൾ യൂറോപ്യൻ യൂണിയനെ റെപ്രസെന്റ് ചെയ്യുന്ന കറൻസിയായ യൂറോ എന്നുള്ള കറൻസി, US ഡോളർ എന്ന് പറഞ്ഞാൽ അമേരിക്കനെ റെപ്രസെന്റ് ചെയ്യുന്ന US ഡോളർ എന്നുള്ള കറൻസി. അപ്പം അതിൻ്റെ ആദ്യത്തെ 2 ലെറ്റർ രാജ്യത്തിനെയും മൂന്നാമത്തെ ലെറ്റർ ആ കറൻസിനെയാണ് റെപ്രസെന്റ് ചെയ്യുക. യൂറോപ്പ് ഈ സംഭവം ഒഴികെ, യൂറോപ്പിൻ്റെ യൂറോ ഒഴികെ ബാക്കി എല്ലാതും അങ്ങനെയായിരിക്കും. ഇപ്പോൾ JPY എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് യെൻ എന്നാണ് അർത്ഥം, ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ട് എന്നാണ് അർത്ഥം, ഓസ്ട്രേലിയൻ ഡോളർ, ന്യൂസിലൻഡ് ഡോളർ, കനേഡിയൻ ഡോളർ. ഇത് സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു ഇതിൻ്റെ വായിൽ വരുന്നില്ല, ഒരു പ്രത്യേകതരം പേരാണ്. പിന്നെ ഫ്രാങ്ക് എന്നുള്ള രീതിയിൽ സ്വിസ് ഫ്രാങ്ക് എന്നാണ് സംഭവം, പക്ഷേ ഇതിന് വേറെ ഒരു പ്രത്യേകതരം പേരുണ്ട്, ഞാനത് ഇപ്പോഴും മറന്നു. ഓക്കെ, അപ്പോൾ ഒരു കറൻസി പേഴ്സിൽ എപ്പോഴും ഇങ്ങനെ 2 കറൻസികൾ ഉണ്ടാവുക. ഇപ്പം ഏകദേശം ഒരു 100-ന് മുകളിൽ 128ഓളം കറൻസി പേഴ്സ് ഈ എൻ്റെ ഫോറക്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 7 കറൻസി പേഴ്സ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിനെ മേജർ പേഴ്സ് എന്ന് പറയാം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കറൻസി പേഴ്സ് ഫോറക്സ് മാർക്കറ്റിലെ. ഈ 7 കറൻസി പെയറിൻ്റെ ഉള്ളിൽ ഈ യൂറോ USD ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ എൻ്റെ ഫോറക്സ് മാർക്കറ്റിലുള്ള മോർ ദാൻ 50% ട്രാൻസാക്ഷൻസും ഈ യൂറോ USDയുടെ പേരിലാണ്. എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ ഈ ലോകത്തിലെ മേജർ പ്ലെയർ ഒന്ന് ഹൈ ലിക്വിഡിറ്റി. ഓക്കെ, ഹൈ ലിക്വിഡിറ്റി മേജർ പ്ലെയർ ആരാ? ഡോളർ തന്നെയാണ്. ഒരുവിധ രാജ്യത്തൊക്കെ മേജർ പ്ലെയർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കറൻസി എപ്പോഴും ഡോളർ തന്നെയാണ്. നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ ഡോളറിൻ്റെ പേരിലായിരിക്കും. പിന്നെ അത് യൂറോയാണ്. ഇപ്പോൾ ലോകത്ത് നടക്കുന്ന മോർ ദാൻ 50% ട്രാൻസാക്ഷൻസും, മോർ ദാൻ 50% എന്നാണ് ഞാൻ പറയുന്നത്, അതും US ഡോളേഴ്സ് യൂറോ ത്രൂ ആയിരിക്കും. യൂറോ USD എന്നുള്ള രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കും എപ്പോഴും. അതെ, കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്, കൂടുതൽ രാജ്യങ്ങളിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് എനിക്ക് ഇന്ത്യയിലൊരു കറൻസി, ചൈനയിലൊരു കറൻസി, യുവാനോ അങ്ങനത്തെ ഒരു യുവാൻ ഓർമ്മയില്ല, ചൈനയിലൊരു കറൻസി ബ്രിക്സ് കോയിൻ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ US ഡോളറിന് അടിച്ച് താഴത്തേക്ക് വിടുന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ചൈനയിൽ നിന്ന് എനിക്കൊരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ ഞാൻ US ഡോളറിൽ ബൈ ചെയ്യേണ്ടി വരും. ഇപ്പൊ ജപ്പാനിന് പ്രശ്നം ഒന്നിനെ JPY നമുക്ക് ബൈ ചെയ്യാം, അല്ലെങ്കിൽ US ഡോളർ ബൈ ചെയ്യാം. നമുക്ക് US ഡോളർ ഉപയോഗിച്ചുകൊണ്ട് ഏത് രാജ്യത്തു നിന്നും ബൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ ആ ഒരു സംഭവം തന്നെയാണ് ഇതിനെ മേജർ പ്ലെയർ ആക്കി നിർത്തുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ മേജർ കറൻസി പെയർസ് എന്ന് പറയുന്നത് ഇതാണ്. എന്തിനാ ഞാൻ ഈ മേജർ കറൻസി പെയർസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തന്നാന്ന് അറിയോ? സംഭവം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഹൈ ലിക്വിഡിറ്റി, നമ്മുടെ റഹൽ പറഞ്ഞതുപോലെ ഹൈ ലിക്വിഡിറ്റി ഉള്ള കറൻസി പെയർസ് ഇത് തന്നെയായിരിക്കും. അതിൽ ഏറ്റവും ലിക്വിഡിറ്റി കൂടിയ കറൻസി പെയർ യൂറോയും യൂറോ USD ആയിരിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് ഇത് മേജർ കറൻസി പെയർസ് എന്ന് പറഞ്ഞതും ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് മേജർ ഏറ്റവും ടോപ്പ് എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ മോശമാണെന്നല്ല. ഇത് ഈ 7 അടിപൊളി ലിക്വിഡിറ്റി ഉണ്ട്. നല്ല ലിക്വിഡിറ്റി ഉള്ള കറൻസി പെയർസ് ആണ് ഈ 7. ഓക്കെ,
അപ്പോൾ ഈ 7 ഈ ആദ്യത്തെ 4 കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഈ 4 കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് 7 നല്ല ലിക്വിഡിറ്റി ഉള്ള ഹൈ ലിക്വിഡ് കറൻസി പേയേഴ്സ് ആണെന്ന് കരുതി നമ്മളിതിലെല്ലാത്തിലും പോയിട്ട് ട്രേഡ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യമില്ല. മനസ്സിലായോ? കാരണം ഓരോന്നിനും ഓരോ ക്യാരക്ടർ ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു ക്ലാസ് റൂമിൽ കയറി ചെല്ലാന്ന് വിചാരിക്കുക, 50 പേരുള്ള ഒരു ക്ലാസ് റൂം. 50 പേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആക്കാന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമില്ല, സമയമെടുക്കും, നല്ല സമയമെടുക്കും. പക്ഷെ അതിലെ 1-2 വ്യക്തികളെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആക്കാൻ എളുപ്പമല്ല, കുറച്ചുകൂടി. അതായത് ബെസ്റ്റ് ഫ്രണ്ട്സ് 1-2 വ്യക്തികളുടെ ക്യാരക്ടർ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ അവരായിട്ട് 1-2 വ്യക്തികളെ സെലക്ട് ചെയ്ത് അവരെ ക്യാരക്ടർ പഠിച്ച് അവരായിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി മാറി എന്ന് വിചാരിക്കുക. അപ്പോൾ അവരെ ഓരോ നീക്കങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ ഓരോ മൊമെന്റിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർ മദ്യപിച്ച് കഴിഞ്ഞാൽ അവരുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവരെ ക്യാരക്ടർ എങ്ങനെയാണ് എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് അവരെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഞാൻ അവരെ രണ്ടുപേരും അവരെ ഫ്രണ്ട്സ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേരെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പൊ ഞാൻ 50 പേരെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആക്കാൻ നോക്കി, അല്ലെങ്കിൽ 50 പേരെ ഒരുമിച്ച് പഠിക്കാൻ നോക്കി കഴിഞ്ഞാൽ സമയം എടുക്കും, നല്ല സമയം എടുക്കും. പക്ഷെ 1-2 പേരെ അത് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരെ ക്യാരക്ടർ ഫുള്ളല്ല, എന്നാലും ഒരു 80% ഒക്കെ എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. വാട്ട് എവർ 100% ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ഒന്നിനെയും, പക്ഷെ ഒരു പരിധി വരെ എനിക്ക് പ്രഡിക്റ്റബിൾ ആക്കി മാറ്റാം. അതുപോലെ തന്നെയാണ് കറൻസി പേസ് ചൂസ് ചെയ്യുമ്പോഴും എല്ലാതും പോയിട്ട് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ മോസ്റ്റ്ലി എല്ലാവരും ഈ എണ്ണത്തിൽ എൻ്റെ ഉള്ളിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ബെസ്റ്റ് ഫേവറേറ്റ്സ് ഏതാണോ, അതെ, ലൈഫ് എക്സ്പീരിയൻസ്. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ എന്താ പറയാ ഏറ്റവും പ്രിയപ്പെട്ട കറൻസി ചൂസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക, അത് ഫോക്കസ് ചെയ്യുക. ഇപ്പൊ എനിക്ക് താല്പര്യം പേഴ്സണലി ഇത് രണ്ടൊക്കെയാണ്. ഫോറക്സ് മാർക്കറ്റ് ഇപ്പോൾ 3-4 ഇയേഴ്സ് എന്നുള്ള രീതിയിൽ 20ക്ക് ശേഷം 21 3 ഇയേഴ്സ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാട്ടോ ഞാൻ പറയാം. ഇപ്പൊ എൻ്റെ ഫേവറേറ്റ് ഉള്ള ഇതൊക്കെ പറഞ്ഞതാണ്. ഇപ്പൊ എല്ലാതും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ എല്ലാവർക്കും എല്ലാതും സെറ്റ് ആയി വരില്ല. ഇപ്പൊ എനിക്ക് ഇത് രണ്ടും ഓക്കെയാണ്, അപ്പൊ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓക്കെ ആണെന്ന് വെച്ചാൽ അപ്പൊ അതിലേക്ക് കിടക്കാം. ഇപ്പോൾ വേറെ ഒരാൾ അത് ചെയ്യുന്നുണ്ട് വിചാരിച്ച് നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഏതാണോ ഓക്കെ എന്ന് കണ്ടുപിടിച്ച് അതിൽ ഫോക്കസ് ചെയ്യുക, അതിനെ പഠിക്കുക, വീണ്ടും 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 പഠിച്ചേ പറ്റൂ, അടിപൊളിയാക്കി മാറ്റിയേ പറ്റൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോക്കസ് നിങ്ങൾ എപ്പോഴും കൊടുക്കണം കേട്ടോ. പിന്നെ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഞാൻ നേരത്തെ നമ്മളൊരു എടുത്ത ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു കറൻസി എടുത്തു, യൂറോ USD. ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോ, ഇത് ചിലപ്പോൾ നല്ല കൺഫ്യൂഷൻ വരും. ഭാഗ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഫോറക്സിലല്ല ക്രിപ്റ്റോ ട്രേഡ് ചെയ്യണേ, ക്രിപ്റ്റോ വേറെ മാർക്കറ്റാണ്. ക്രിപ്റ്റോയിൽ USDT ഉണ്ട്, അത് ക്രിപ്റ്റോ തന്നെയാണ് കേട്ടോ. US$ പെഗ് ചെയ്തെന്നൊക്കെയാണ് പണ്ട് പറയണ്ടാന്ന്, പെഗ് ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ യൂറോ USD എന്ന് പറഞ്ഞ ഒരു കറൻസി എടുത്തു. ഇതിൽ 2 കറൻസി ഉണ്ടല്ലോ, ഫസ്റ്റത്തെ കറൻസി, രണ്ടാമത്തെ കറൻസി. ശ്രദ്ധിച്ചു കേട്ടോളൂ, ആദ്യത്തെ കറൻസിനെ പറയുന്ന പേരാണ് ബേസ് കറൻസി. ബേസ്, ഈ ബേസ് എന്നുള്ള ഇത് ഫസ്റ്റത്തെ കറൻസി ബേസ്, അതിനാണ് എപ്പോഴും ഒരു കറൻസി പെയറിൽ ഇമ്പോർട്ടൻറ്റ് ബേസ് കറൻസി ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് കറൻസി ഇതിന് പറയുന്ന പേരാണ് കോട്ട്. അപ്പോൾ ഫസ്റ്റ് ബേസ്, സെക്കൻഡ് കോട്ട്. ഓക്കെ, ഇനി എന്തിനാണ് ഈ ബേസിന് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ ഇപ്പോൾ ഫസ്റ്റ് കറൻസി സെക്കൻഡ് കറൻസി എന്ന് പറയുന്നത് പറഞ്ഞുതരാം. അപ്പൊ യൂറോ USDനെ നമുക്ക് ബൈ ചെയ്യാനും സാധിക്കും, സെല്ല് ചെയ്യാനും സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ബ്രോക്കറിന്റെ ഉള്ളിൽ കയറിയിട്ട് യൂറോ USDയിൽ ക്ലിക്ക് ചെയ്തിട്ട് ബൈ ചെയ്യാൻ പറ്റും, യൂറോ USDയിൽ ക്ലിക്ക് ചെയ്തിട്ട് സെല്ല് ചെയ്യാനും പറ്റും. ഇപ്പോൾ യൂറോ USDയിൽ ബൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, യൂറോ USDയിൽ സെല്ല് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അത് രണ്ടും നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളാം. ഫസ്റ്റത്തെ ഞാൻ ബൈ ചെയ്യാന്ന് വിചാരിക്കാം. ബൈക്ക് ഞാനവിടെ B എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ B എന്ന് പറഞ്ഞാൽ യൂറോ USD ബൈ ചെയ്യുന്നു. ഈ ബൈ ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ, ഫോറക്സിൽ ഒരു കറൻസി പെയറിൽ 2 കറൻസി ഉണ്ടാവും, സൈമിൾട്ടേനിയസ് ബൈയിങ്ങും സെല്ലിങ്. ഹൗ ടു അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലായില്ല, സോറി. അതിലേക്ക് കിടക്കാം. ഇപ്പോൾ ഒരു കറൻസി പെയർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ സൈമിൾട്ടേനിയസ്. ഹലോ, സ്ക്രീൻ കാണുന്നുണ്ട് എൻ്റെ? ഇതൊരു പ്രശ്നം.
ഓക്കെ, സൈമിൾട്ടേനിയസ് ബൈയിങ്ങും സെല്ലിങ്ങും അവിടെ സംഭവിക്കുന്നുണ്ട്. സൈമിൾട്ടേനിയസ് ബൈയിങ്ങും സെല്ലിങ്ങും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂറോ യൂഎസ്ഡിനെ ബൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റത്തെ പറഞ്ഞ എന്താ ബൈ, ഐ എം ബൈയിങ് യൂറോ യൂഎസ്ഡി. അപ്പോൾ അവിടെ എങ്ങനെയാണ് സൈമിൾട്ടേനിയസ് ബൈയിങ്ങും സെല്ലിങ്ങും സംഭവിക്കുന്നത്? ഞാൻ യൂറോ യൂഎസ്ഡിനല്ല ബൈ ചെയ്ത്, അല്ലേ? ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. അപ്പോൾ ഒരു കറൻസി പെയറിനെ ബൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരു കറൻസി പെയറിനെ ബൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് കറൻസിനെയാണ്, മനസ്സിലാവില്ല പറയാം. ഇപ്പോൾ ഇതൊരു കറൻസി പെയറാണ്, കറൻസി പെയറാണ്. നമ്മൾ തുടക്കത്തിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ, ഇപ്പോൾ US$ INR, എൻ്റെ കയ്യിലുള്ള US$നെ ഞാൻ INR ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്താ ചെയ്തത്? എൻ്റെ കയ്യിലുള്ള US$നെ വിറ്റു, പകരം INR-നെ വാങ്ങി. ഓക്കെ, അപ്പോൾ അവിടെ വിൽക്കലും വാങ്ങലുമാണ് സംഭവിച്ചത്. വിൽപ്പനയും വാങ്ങലും വിൽക്കലും നടന്നു സൈമിൾട്ടേനിയസ്ലി, രണ്ടും ഒരുമിച്ച് നടന്നത്. ഒരു കറൻസി വിറ്റു, ഒരു കറൻസി വാങ്ങി, അത് രണ്ടും ഒരുമിച്ച് നടന്നത്, അല്ലേ? അതൊരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഇത് ഒറിജിനൽ കേസിലേക്ക് എടുക്കാം. ഇപ്പൊ യൂറോ USD എന്ന കറൻസി പെയറിനെ, ഇപ്പൊ ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെ വാങ്ങാനും വിൽക്കാനും പറ്റില്ലേ? അല്ലാതെ വാങ്ങാൻ മാത്രമല്ല പറ്റുക, വിൽക്കണ്ടേ? അതെ, ഒന്ന് കൊടുത്ത് മറ്റേത് വാങ്ങാം, വിൽക്കണ്ടേ? ഇപ്പൊ US$ വാങ്ങിയാൽ മാത്രം മതിയോ? അത് വിൽക്കണ്ടേ? എനിക്ക് വാങ്ങിച്ച് കയ്യിൽ പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം? അത് പ്രോഫിറ്റ് ആവണമെങ്കിൽ അത് വിറ്റാലേ പ്രോഫിറ്റ് ആവുള്ളൂ. അപ്പോൾ ആദ്യം എന്താ ചെയ്തത്? ബൈയിങ് ചെയ്തു. പിന്നെ ചെയ്തെന്താ? സെല്ലിങ് ചെയ്തു. ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റും ഇവിടെ, അതാ ഉദ്ദേശിച്ചത്. അപ്പോൾ ബൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ആദ്യം പറയാൻ പോകുന്നത്, ഇപ്പൊ യൂറോ USD ബൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അത് പറയാം അതൊക്കെ പറയാം. ഇത് ആദ്യത്തെ ബൈയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് കറൻസിനെയാണ് ബൈ ചെയ്യുക. ഓക്കെ, സെല്ലിങ് എന്ന് പറഞ്ഞാൽ രണ്ടും, അതാ ഞാൻ പറഞ്ഞ ബേസ് ഇമ്പോർട്ടൻ്റ് ആണ്. ബൈയിങ് എന്ന് പറഞ്ഞാലും സെല്ലിങ് എന്ന് പറഞ്ഞാൽ ബേസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ യൂറോ USD ബൈ ചെയ്തു എന്ന് പറഞ്ഞാൽ, യൂറോ USD ബൈ ചെയ്തു എന്ന് പറഞ്ഞാൽ, സെഷൻ ഒന്നുകൂടി പോയിട്ട് ചിലപ്പോൾ കേൾക്കേണ്ടി വരും ഈ ഭാഗം. യൂറോ USD ബൈ ചെയ്തു എന്ന് പറഞ്ഞാൽ യൂറോ അല്ലെങ്കിൽ ബേസ് പെയറിനെയാണ് ബൈ ചെയ്യുന്നത്. യൂറോ USD സെല്ല് ചെയ്തു എന്ന് പറഞ്ഞാൽ ബേസ് പെയറിനെയാണ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ കറൻസിയുടെ കേസിൽ ഈ കറൻസി പെയർ ബൈ ചെയ്തു എന്ന് പറഞ്ഞാൽ യൂറോനെ ബൈ ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഈ കറൻസി പെയർ സെല്ല് ചെയ്തു എന്ന് പറഞ്ഞാൽ യൂറോനെ സെല്ല് ചെയ്തു എന്നാണ് അർത്ഥം. ഇത് മനസ്സിലായോ? ഒരു കറൻസി പെയർ ബൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ കറൻസി ആയ ബേസ് കറൻസി പെയറിന്റെ മുകളിലാണ് പറയുന്നത്. ഇഫ് ഐ എം ബൈയിങ് യൂറോ USD, അതെന്താ ഉദ്ദേശിക്കുന്നത്? ഐ എം ബൈയിങ് യൂറോ. റേറ്റും കൂടുതലും പ്രോഫിറ്റും ലോസ് അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. പക്ഷെ ഇതാണ് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. എന്തിനാ USD ഇരിക്കണമെന്ന് പറഞ്ഞുതരാം. ഇത് മനസ്സിലായോ ആദ്യത്തെ കാര്യം? ഇപ്പോൾ ഞാൻ ഒരു കറൻസി പെയറിനെ ബൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ ബേസ് കറൻസിനെ ബൈ ചെയ്യുന്നു എന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഒന്നുകൂടി പറയാം. ഒരു കറൻസി പെയർ ആണല്ലോ ഇത്. ഇത് തമ്മിലുള്ള ഇത് പിന്നെ നമ്മൾ തുടക്കത്തിലത്തെ എക്സാമ്പിൾ പറഞ്ഞ ഒരു കറൻസി പെയറിൻ്റെ ഉള്ളിൽ രണ്ട് കറൻസി ഉണ്ടാവും. എപ്പോഴും സംഭവിക്കുന്ന കാര്യം സൈമിൾട്ടേനിയസ് ബൈയിങ് ആൻഡ് സെല്ലിങ്. അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു കറൻസി പെയർ ബൈ ചെയ്യുന്നുണ്ടാവും, ഏതെങ്കിലും ഒരു കറൻസി പെയർ സെല്ല് ചെയ്യുന്നുണ്ടാവും. എൻ്റെ മനസ്സിൽ ഇതുണ്ടാവണം, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു കറൻസി പെയർ ബൈ ചെയ്യുന്നുണ്ട്, ഒരു കറൻസി പെയർ തീർച്ചയായിട്ടും സെല്ല് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറയാണ് ഞാൻ യൂറോ USD ബൈ ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ ബൈ ഓർ സെൽ വാട്ടെവർ, ഞാൻ എന്ത് പറഞ്ഞാലും ബേസ് കറൻസിയുടെ മുകളിലാണ് പറയുന്നത്. ബേസ് കറൻസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്, കോട്ടിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. ഓക്കെ, ബേസ് കറൻസിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ യൂറോ USD ബൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്തിനാ ബൈ ചെയ്യുന്നത്? ബേസ് കറൻസിനെ. കറൻസി പെയർ എന്താ? സിംഗിൾ കറൻസി ആയിട്ട് ട്രേഡ് ചെയ്യാമോ? കറൻസി പെയർ എന്താന്നല്ലേ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. കറൻസി പെയർ എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് കറൻസി, എന്തായാലും രണ്ടെണ്ണയിലേ പറഞ്ഞ് പെയർ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും രണ്ട് കറൻസി ചേർന്ന് കഴിഞ്ഞാൽ അതിനെ കറൻസി പെയർ എന്ന് പറയും. ഇപ്പോൾ യൂറോ USD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻസി പെയേഴ്സ് ഇങ്ങനെയാണ് എഴുതുക, ഇങ്ങനെയാണ് അതിനെ കോട്ട് ചെയ്യുക. അപ്പോൾ ഒരു സൈഡിൽ ഒരു കറൻസി ഉണ്ടാവും, മറ്റേ സൈഡിൽ മറ്റേ കറൻസി ഉണ്ടാവും. ഫസ്റ്റ് കറൻസിനെ ബേസ് കറൻസി എന്നും
സെക്കൻഡ് കറൻസിനെ കോഡ് കറൻസി എന്ന് പറയും. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള പോലെ സിംഗിൾ, ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ്, റിലയൻസ്, അങ്ങനെ ഏതെങ്കിലും പെർട്ടിക്കുലർ സ്റ്റോക്കിനെ അല്ല ട്രേഡ് ചെയ്യുക. ഇപ്പോൾ യൂറോ, USD, JPY, ഇങ്ങനെ ഓരോന്നായിട്ടല്ല ട്രേഡ് ചെയ്യുക, മറിച്ച് പെയറുകളായിട്ടാണ് ട്രേഡ് ചെയ്യുക. ഇവിടെ യൂറോപ്യൻ യൂണിയന്റെ എക്കോണമി വേഴ്സസ് അമേരിക്കയുടെ എക്കോണമി, അതാണ് ശരിക്കും ഉള്ളത്. ഇപ്പോൾ യൂറോ എന്നുള്ള കറൻസി റിഫ്ലക്ട് ചെയ്യുന്നത് എന്താ? യൂറോപ്യൻ യൂണിയന്റെ എക്കോണമിനെ. $, റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ? അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ എക്കോണമി. ഇപ്പോൾ രണ്ട് രാജ്യങ്ങളുടെ, അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളുടെ, നോർമലി അതാണ് ഉണ്ടാവാറ്, അതുകൊണ്ട് പറഞ്ഞ രണ്ട് രാജ്യങ്ങളുടെ എക്കോണമിക്കൽ കമ്പാരിസൺ കൂടിയാണ് ഈ കറൻസി പേര്. ഓക്കെ, അപ്പോൾ വീണ്ടും പറയാണ്, ഫസ്റ്റ് കറൻസി ബേസ്, സെക്കൻഡ് കറൻസി കോട്ട്. ഓക്കെ, ഫസ്റ്റ് കറൻസി ബേസ്, സെക്കൻഡ് കറൻസി എന്ന് പറയുന്നത് കോട്ട്. അപ്പോൾ ഞാൻ പറയാണ് USD ഞാൻ ബൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, USD ഞാൻ ബൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ കറൻസിയായ ബേസിനെ ബൈ ചെയ്യുന്നു. ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഫ് ഐ എം ബൈയിങ് എ കറൻസി പെയർ, ദാറ്റ് മീൻസ് ഐ എം ബൈയിങ് ബേസ് പെയർ. അപ്പോൾ ഒരു കറൻസി പെയറിനെ ബൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വീണ്ടും പറയാണ് ബേസിനെയാണ് ബൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു കറൻസി പെയർ സെല്ല് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ബേസിനെയാണ് സെല്ല് ചെയ്യുന്നത്. അതാണ് കോട്ടിനെ വെട്ടിക്കളഞ്ഞത്. ഞാൻ എന്താണോ ബൈ ചെയ്യാണോ സെല്ല് ചെയ്യാണോ? ഇപ്പൊ ബൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ബേസായ യൂറോനെ ബൈ ചെയ്യുന്നു. ഇതുവരെ മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇനി കൺഫ്യൂഷൻ വരാൻ വീണ്ടും സാധ്യതയുണ്ട്. ഞാൻ പറയാണ്, ആദ്യത്തെ ബൈയിങ്ങിന്റെ കേസ് എടുക്കാം. ഞാൻ പറയാണ് USD ബൈ ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താ? യൂറോനെ ബൈ ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം യൂറോനെ ബൈ ചെയ്യുന്നു. അപ്പൊ ആരായിരിക്കും അവിടെ സെല്ല് ചെയ്യുന്നത്? പറഞ്ഞു, ഒരു കറൻസി പെയറിൽ സൈമിൾട്ടേനിയസ് ബൈയിങ്ങും സെല്ലിങ്ങും ഉണ്ട്. അപ്പൊ യൂറോനെ ബൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും സെല്ല് ചെയ്യുന്നുണ്ടാവുക? ആരായിരിക്കും? തീർച്ചയായിട്ടും ക്രിസ്റ്റസ് വിൻസെന്റ്. കറക്റ്റ്. ഇപ്പോൾ ഞാൻ പറയാണ് USD ബൈ ചെയ്യുന്നു. അതിനർത്ഥം യൂറോനെ ബൈ ചെയ്യുന്നു, $, സെല്ല് ചെയ്യുന്നു. അതെ, അതായത് വേറെ രീതിയിൽ ആലോചിച്ചോ. ഇവിടെ ഞാൻ ഷുഗർ കൊടുത്തു, ഇവിടെ INR കൊടുത്തു. ഇതൊരു പെയറാന്ന് വിചാരിക്കും. SINR എന്ന് പറഞ്ഞൊരു പെയറാ. അപ്പോൾ ഞാൻ പറയണം ഞാൻ SINR ബൈ ചെയ്തു എന്ന് പറയാം. ഇവിടെ എന്താ? ഷുഗറിനെ ബൈ ചെയ്തു. എന്ത് കൊടുത്തുകൊണ്ട്? ഇന്ത്യൻ റുപ്പി കൊടുത്തുകൊണ്ട് ഷുഗറിനെ ബൈ ചെയ്തു. അതെ, സൈഡിൽ കൂടെ ഓപ്പോസിറ്റ് വരും. അതന്നെ. ഇപ്പൊ ഇത് പഞ്ചസാര ഇന്ത്യൻ റുപ്പി എന്നുള്ളൊരു പെയറിനെടുത്താൽ മതി. ഇപ്പൊ ഇനി പെയർ വാങ്ങണമെങ്കിൽ പഞ്ചസാര ബൈ ചെയ്യുന്നു. എന്ത് കൊടുത്തുകൊണ്ട്? ഇന്ത്യൻ റുപ്പി കൊടുത്തുകൊണ്ട് പഞ്ചസാര ബൈ ചെയ്യുന്നു. എസ് എന്ന് പറഞ്ഞാൽ ഷുഗർ കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കേസ് സെല്ലിങ് എടുത്തു നോക്കി. സെല്ലിങ്, അപ്പോൾ ഈ ഷുഗർ INR സെല്ല് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ എന്താ? എപ്പോഴും ബൈ ഓർ സെല്ല് എന്ന് പറഞ്ഞ ടേം വന്നു കഴിഞ്ഞാൽ അത് ഫോക്കസ് ചെയ്യുന്നത് ബേസായ ആദ്യത്തെ കറൻസി പെയറിനായിരിക്കും. അപ്പോൾ ഇഫ് ഐ എം സെല്ലിങ് SUINR പെയർ അല്ലെങ്കിൽ ഷുഗർ INR പെയർ എന്ന് പറഞ്ഞാൽ സെല്ല് ചെയ്യുന്ന എന്താ? പഞ്ചസാര തന്നെ സെല്ല് ചെയ്യുന്നു. പഞ്ചസാര തന്നെ സെല്ല് ചെയ്തിട്ട് INR റിസീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ INR ബൈ ചെയ്യുന്നു. മനസ്സിലായോ? ഒരെണ്ണം എന്തായാലും സെല്ല് ചെയ്യുമ്പോൾ മറ്റേത് എന്തായാലും ബൈ ചെയ്യണമല്ലോ. രണ്ട് സെല്ല് ചെയ്യാനൊന്നും പറ്റില്ല. ഒരെണ്ണം കൊടുത്ത് ഒരെണ്ണം വാങ്ങുന്ന പരിപാടിയാണ് ഇവിടെ. നമ്മുടെ കയ്യിൽ USD വേണോ? നമ്മുടെ കയ്യിൽ USD ഉണ്ടല്ലോ. അതിനാണല്ലോ നമ്മൾ ഫണ്ടൊക്കെ ആഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഇപ്പൊ INR എന്നുള്ള ഫണ്ട് നമ്മൾ ഡോളർ രൂപത്തിലേക്ക് ആഡ് ചെയ്യും. ഇനി മറിച്ച് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് USD എന്ന് വിചാരിക്കും. ഇപ്പൊ പെയറിന്റെ പേര് USD JPY ആന്ന് വിചാരിക്കും. USD JPY. വേറെ പെയർ, ഇപ്പോൾ സുപരിചിതമല്ലാത്തൊരു പെയർ എടുത്തു. USD JPY. ഒന്നാമത്തെ $, ജാപ്പനീസ് yen. ഇപ്പൊ ഞാൻ സെല്ല് ചെയ്യാന്ന് പറയാം. ഈ പെയർ സെല്ല് ചെയ്യാന്ന് പറഞ്ഞാൽ $നെ സെല്ല് ചെയ്യുന്നു, പകരം JPY-നെ ബൈ ചെയ്യുന്നു. ഓക്കെ, ഈ പെയർ ബൈ ചെയ്യാന്ന് പറയുകയാണെങ്കിൽ $നെ ബൈ ചെയ്യുന്നു. എന്ത് കൊടുത്തുകൊണ്ട്? ജാപ്പനീസ് yen കൊടുത്തുകൊണ്ട് $നെ ബൈ ചെയ്യുന്നു. അങ്ങനെയാണ് എൻ്റെ കയ്യിൽ ജാപ്പനീസ് yen ഇല്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ അത് കൊടുത്തിട്ട് $, വാങ്ങും? അപ്പൊ അതിനാണ് ബ്രോക്കർ നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് പകരം ആ കാര്യങ്ങളൊക്കെ ബ്രോക്കർ ചെയ്തോളും.
നമ്മളതിൽ ഫണ്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ സ്പോട്ടിൽ പെടപെടാന്നുണ്ട് ഇങ്ങനെ എല്ലാം സ്പോട്ടിൽ വിത്തിൻ മൈക്രോ സെക്കൻഡ്സ് ആ കാര്യങ്ങളെല്ലാം നടന്നു പൊക്കോളും. നമ്മൾ അതിനെക്കുറിച്ച് ബോധറാവേണ്ട കാര്യമില്ല. നമ്മൾ അറിയേണ്ട കാര്യം എന്താ, ഒരു കറൻസി പെയർ വിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ഒരു കറൻസി പെയർ വാങ്ങുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? ഡൗട്ട് വരും കേട്ടോ, അതൊക്കെ സ്വാഭാവികമാണ്. നമ്മൾ പുതിയ കാര്യം പഠിക്കുന്നത്. ഇതിപ്പോ ആര് വന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുത്താലും നിങ്ങൾ ആര് വന്ന് ക്ലാസ് കേട്ടാലും ഡൗട്ട് അവിടെ ഷുവറാ. അപ്പോൾ അത് എൻ്റെയോ നിങ്ങളുടെയോ പ്രശ്നമല്ല, അത് നോർമലാ. ഇതുവരെ ശരിയാണ്. ഓക്കെ. പിന്നെ റിസ്ക് ആൻഡ് ബെനിഫിറ്റ് ഇപ്പൊ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. ഒന്നാമത്തെ കാര്യം റിസ്ക്കും ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ എന്തിനാ കറൻസിയിൽ ട്രേഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് രണ്ട് തരത്തിൽ അതാരെ സ്മൈലിട്ടെ അതാരാടെ ഹോയി വിട്ടെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ മാർക്കറ്റിലെ ലോകത്തിൽ. അപ്പോൾ ഒന്നില്ലെങ്കിൽ 95 ജോബ് ചെയ്ത് മാത്രം ജീവിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് മാത്രം ജീവിക്കാം. അതല്ലാതെ കുറച്ച് ഈസി മെത്തേഡ്സ് ഉണ്ട് പൈസ ഉണ്ടാക്കാനുള്ളത്. ഇത് ഈസി മെത്തേഡ് എന്ന് ഞാൻ പറയില്ല, ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഈസി മെത്തേഡ് ആണെന്ന് ഒരിക്കലും പറയില്ല. ഇത് ഹാർഡസ്റ്റ് ആണെന്ന് ഞാൻ പറയാം, വെരി ഹാർഡ്. പക്ഷെ ഇത് ഷോർട്ടസ്റ്റ് ആണ്. ചിലപ്പോൾ വിത്തിൻ എ ഡേ എനിക്ക് വേണമെങ്കിൽ മില്യണർ ആവാൻ പറ്റും, വിത്തിൻ എ ഡേ. എല്ലാവരും അങ്ങനെ ആവുന്നു എന്നല്ല പറയുന്നത്, പക്ഷെ അതിനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഓവർനൈറ്റ് മില്യണർ ആവാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഇപ്പൊ ജോലി ചെയ്യുന്നതിനെ പറ്റി ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. ഇപ്പൊ ഞാൻ ജോലി ചെയ്യാതെ വീട്ടിലിരിക്കുക, പക്ഷെ എനിക്ക് ബോറടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ അഡ്വാൻറ്റേജുകളും ഗുണഗണങ്ങളും ഒക്കെ ഉണ്ട്. പാസീവ് ഇൻകം എന്ന് കരുതാം. പക്ഷെ കറക്റ്റ് പാസീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഒരു പണിയും ചെയ്യാണ്ട് വരുന്ന ഇൻകം ആയിരിക്കും പാസീവ് ഇൻകം. അത് വേറെ കേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് എക്സ്ട്രാ മണി ഉണ്ടാക്കണം, എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. അപ്പോൾ അതിൽ ഇപ്പം എൻ്റെ കയ്യിൽ 1000 രൂപയുള്ളൂ എന്ന് വിചാരിക്കുക. 1000 രൂപയുടെ ബിസിനസ്സിൽ എനിക്ക് നോർമലായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇവിടെ ലിവറേജ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഇപ്പോൾ 100x 1000x ലിവറേജ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ 1000 ഉണ്ടെങ്കിൽ ബാക്കി 9000 രൂപ അല്ലെങ്കിൽ 90000 രൂപ ഈ ബ്രോക്കർ തരും ട്രേഡ് ചെയ്യാനായിട്ട്. അത് ഉപയോഗിച്ച് എനിക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിലുണ്ട്. ബിഗർ ബിസിനസ് എനിക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടുത്തെ റിസ്ക് വരുന്നത് എന്താ, നേരത്തെ പറഞ്ഞ വോളട്ടിലിറ്റി, സ്പീഡി മൂവ്മെന്റ്സ്, അതാണ് മാർക്കറ്റ് റിസ്ക് വരുന്നത്. അപ്പോൾ വെറുതെ പോയിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ പോകും. 100% ഞാൻ എഴുതി തരാം. പഠിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സമയമെടുത്തിട്ടാണെങ്കിൽ നമുക്ക് നല്ലൊരു ട്രേഡറായിട്ട് മാറാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ആക്സസിബിലിറ്റി, ടൈം ഫ്ലെക്സിബിലിറ്റി 24/5 അവൈലബിൾ ആണ്. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് നാളത്തെ ദിവസം എന്താണെന്ന് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ അടുത്ത മൊമെന്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ എന്താ ചെയ്യാന്ന് ഒരു പോയിന്റിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെ, മാനിപ്പുലേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ക്രിപ്റ്റോയിൽ വരുന്ന മാനിപ്പുലേഷൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്ന മാനിപ്പുലേഷൻസിനെ വെച്ച് നോക്കുമ്പോഴും വളരെ കുറവാണ്. അപ്പം ഇതിൽ പിന്നെ എനിക്ക് വേറെ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെക്കാൻ പറ്റും, കറക്റ്റായിട്ട് പോയിന്റ് ടു പോയിന്റ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒറ്റയടിക്കൊന്നുമല്ല പഠിക്കുന്നത്. ആദ്യം നമ്മൾ പഠിക്കണം എന്താ സംഭവം എന്ന് പഠിക്കണം. അതും ഒറ്റ സ്റ്റെപ്പിലല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പതുക്കെ പതുക്കെ തന്നെയാണ് നമ്മൾ പഠിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബ്രോക്കർ ചൂസ് ചെയ്യും. ഇപ്പോൾ JetFX ആണ് ഞാൻ പറയുന്ന ബ്രോക്കർ. അപ്പോൾ അത് നമ്മുടെ ഡിസ്കോഡിൽ അത് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും അവൈലബിൾ ആണ്. എന്ത് ഡൗട്ട് വന്നാലും ഡിസ്കോഡിൽ ധൈര്യമായിട്ട് ചോദിച്ചോളൂ. സോ ഞാൻ ട്രേഡർ. കൺട്രികൾ തമ്മിൽ എന്തിനാ കറൻസി ട്രേഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അമേരിക്കയിലുള്ള ഒരു കാറ് ഇപ്പോൾ ഇന്ത്യക്ക് വാങ്ങണമെന്ന് വിചാരിക്കുക. ഇന്ത്യൻ റുപ്പിക്ക് ആ കാർ വാങ്ങാൻ പറ്റില്ലല്ലോ. അവിടെ അമേരിക്കൻ ഡോളർ കൊടുത്താലല്ലേ, US ഡോളർ കൊടുത്താലല്ലേ അവർ കാർ തരുള്ളൂ. കാരണം ഇന്ത്യൻ റുപ്പി കിട്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാനില്ല. അപ്പം അവരെന്ത് ചെയ്യണം, ആദ്യം നമ്മുടെ കയ്യിലിരിക്കുന്ന ഇന്ത്യൻ റുപ്പീനെ US ഡോളർ ആയിട്ട് ഫോറിൻ എക്സ്ചേഞ്ചിൽ പോയിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് ആ US ഡോളർ കൊടുത്താലാണ് നമുക്ക് കാർ തരികയുള്ളൂ. ഓക്കെ, അപ്പം അത്തരം വലിയ വലിയ ആവശ്യങ്ങളുണ്ടാവും, ചെറിയ ചെറിയ ആവശ്യങ്ങളുണ്ടാവും. ആ രീതിയിലായിരിക്കും കേട്ടോ. ഇപ്പോൾ ദുബായ് പോകണം, ബട്ട് എൻ്റെ കയ്യിലുള്ള INR ആണ്. അപ്പോൾ NR ബ്രോക്കറിനെ ഹെൽപ്പ് വെച്ച് ആ ഇത് അതല്ല, ഇത് ട്രേഡിംഗ് ആണ്. അത് നിങ്ങൾ ഫോറിൻ എക്സ്ചേഞ്ച് തന്നെ ചെയ്യേണ്ടി വരും. ഇതല്ല ടൊറാഹൽ, അതിന് ഒരു ബ്രോക്കറാണ്. അതെ അതെ, ഡിസ്കോഡിൽ വെൽക്കം എന്ന് പറഞ്ഞ ചാനൽ ഉണ്ടായിക്കോട്ടോ.
സ്റ്റോക്ക് ട്രേഡിംഗ് ആണോ ഫോറക്സ് ട്രേഡിംഗ് ആണോ ഹാർവസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ട്രേഡിംഗ് കുറച്ച് രണ്ട് ഏകദേശം സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. ആം, ഏ- രൺ- രണ്ട് പെർസ്പെക്റ്റീവാണ്. എളുപ്പം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെയൊക്കെ തന്നെ. രണ്ടിനും റിസ്ക് ഉണ്ട്, രണ്ടിനും കുറവും കൂടുതലൊക്കെ ഉള്ളതാണ്. ഇപ്പൊ ലിവറേജ് എന്നുള്ള ഇമ്പോർട്ടൻസ് ആണ് ഏറ്റവും കൂടുതൽ ഫോറക്സ് മാർക്കറ്റിൽ ലിവറേജും ടൈം എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. ക്ലാസ് ലോങ് അല്ല, ക്ലാസ് ഇപ്പോൾ കഴിയാറായി. ഇന്നത്തെ സെഷൻ നമ്മളിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ അതെ അതെ, അതിനാണ് ഏകദേശം ഫോറക്സ് മാർക്കറ്റ് ഉള്ളത്. റിസ്ക്, ഫോറക്സ് റിസ്ക് ഉണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ റിസ്ക് ഉണ്ടോ എന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിലും വാഷ് ഔട്ട് ആയുള്ള റിസ്ക് ഉണ്ട്. ഇപ്പൊ എല്ലായിടത്തും റിസ്ക് ഉണ്ട്. ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ സംഭവത്തിൽ നമ്മുടെ കുടുംബം വെളുപ്പിക്കാനുള്ള എല്ലാവിധ സെറ്റപ്പുകളും അവിടെ ഉണ്ട്. ഓപ്ഷൻസ് കുറച്ച് സീനാണ്. ഇക്വിറ്റി കുറച്ചും കൂടി സേഫാ. ഇക്വിറ്റി സ്റ്റോക്ക് എന്ന് പറഞ്ഞ രീതിയിൽ നിൽക്കുമ്പോൾ സ്റ്റോക്ക് സേഫാ. പണി കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഫോറക്സ് നമ്മൾ ഇവിടെ നമ്മുടെ ജേണി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ബേസിക്സ് മുതൽ. ഇപ്പോൾ നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും ഫോറക്സിനെ കുറിച്ച് ഒന്നും അറിയാത്തവരായിരിക്കും. നമ്മൾ പതുക്കെ പതുക്കെ പഠിച്ച് സ്ട്രാറ്റജി ഒക്കെ പഠിച്ച് സെറ്റ് ആയതിനു ശേഷം മാത്രം ട്രേഡ് എടുത്താൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് അതിന് മുന്നേ ചെറുതായിട്ട് ഒന്ന് ബ്രോക്കറും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ ബ്രോക്കറിനെ ഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കോഡിൽ വെൽക്കം എന്ന് പറഞ്ഞ ചാനലിൻ്റെ ഉള്ളിൽ ലിങ്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ ചലഞ്ചും കാര്യങ്ങളൊക്കെ റണ്ണ് ചെയ്യും. അത് ഈ ജെറ്റ് എഫക്സ് യൂസ് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും. പിന്നെ ഈ കോഴ്സ് അഡ്വാൻസ് ലെവലിലേക്ക് പോകുന്ന സമയത്തും നമ്മളൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക വേറെ ഒന്നുമല്ല. ഇപ്പോൾ ജെറ്റ് എഫക്സ് യൂസ് ചെയ്ത് ട്രേഡ് എടുക്കുന്ന രീതിയിൽ. ഓക്കെ, ബെസ്റ്റ് ആപ്പ് ഫോർ ട്രേഡിംഗ് ഇപ്പോൾ ഒരുപാട് ആപ്പുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ ബുക്ക് ബ്രോക്കർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റ് ബ്രോക്കേഴ്സിനെ കുറിച്ച് ഞാനിവിടെ സംസാരിക്കുന്നില്ല. ഇതിപ്പോൾ ജെറ്റ് എഫക്സ് ഒരു ബുക്ക് ബ്രോക്കറാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വിശ്വസനീയമായ ബ്രോക്കർ യൂസ് ചെയ്യാത്തുള്ളൂ. ഇത് രണ്ട് ടൈപ്പ് ഓഫ് ബ്രോക്കേഴ്സ് ഉണ്ട്, എ ബുക്ക് ബി ബുക്ക് എന്ന് പറയും. ഇപ്പൊ ഈ ബി ബുക്ക് എന്താണെന്ന് ആദ്യം പറയാം. ഇപ്പൊ ബി ബുക്കിൽ വരുന്ന ബ്രോക്കേഴ്സ് ഇപ്പോൾ ഇതിൽ ഈ ഡാറ്റ സാധാരണ എ ബുക്ക് ബ്രോക്കറിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സെൻട്രൽ ബാങ്കുമായിട്ട് ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന ഓർഡേഴ്സിനെ സെൻട്രൽ ബാങ്കുമായിട്ട് കൊളാബ് ചെയ്യുക എന്നുള്ള രീതിയിലേക്കാണ് റൺ ചെയ്യാറ്. പക്ഷെ ബി ബുക്കിലേക്ക് വരുന്ന സമയത്ത് അതങ്ങനെ പോവില്ല. അത് അതിൻ്റെ ഉള്ളിൽ അവരുടെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ അവരുടെ ഉള്ളിൽ തന്നെയാണ് ഒതുങ്ങിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഓർഡേഴ്സിനെ അവരുടെ ഉള്ളിലുള്ളവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക. ചിലപ്പോൾ ബ്രോക്കർ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക. പുറത്തേക്ക് ചിലപ്പോൾ കൊടുക്കില്ലെന്ന് ഉറപ്പില്ല. അതാണ് ഫോറക്സ് ഇൻവെസ്റ്റിംഗ് പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ പോസിബിൾ ഒക്കെ തന്നെയാണ്. പക്ഷേ 364 days ആണ് ഷോർട്ട് ടൈം. അതെ അതെ, ന്യൂ ആണ്. റിസർവ് ബാങ്ക് ആണോ സെൻട്രൽ ബാങ്കുകളായിരിക്കും. റിസർവ് ബാങ്കുകൾ പോലുള്ള സെൻട്രൽ ബാങ്കുകൾ വലിയ വലിയ മാർക്കറ്റ് മൂവേഴ്സ് എന്നുള്ള രീതിയിലൊക്കെ. ആപ്പിൽ ഇപ്പോൾ മിനിമം ക്യാപിറ്റൽ ഉണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല സ്റ്റേജുകളിലേക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്തോളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന സമയത്ത് ഡിസ്കോഡിൽ തന്നെ ചോദിച്ചാൽ മതി. ജെറ്റ് എഫക്സ് എന്തെങ്കിലും ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ഫ്രീ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ അഡ്വാൻസ് ലെവലിലേക്ക്, നോർമൽ കോഴ്സ് അല്ല കൊടുക്കുന്നത്, അഡ്വാൻസ് ലെവലിലേക്ക് തന്നെ പോവുക. ഇപ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചലഞ്ചും കാര്യങ്ങളൊക്കെ റൺ ചെയ്യാറുണ്ട്. 1 lakh ചലഞ്ച് പോലുള്ള കാര്യങ്ങൾ റൺ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അതെ, ഇപ്പോൾ ഫോറക്സ് കംപ്ലീറ്റ് ലീഗലാണ്, 100% ലീഗൽ എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ നിലവിൽ ഫോറക്സ് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ബ്രോക്കേഴ്സ് ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, പക്ഷെ നമുക്ക് ബ്രോക്കേഴ്സും കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ രജിസ്റ്റേർഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, സെബിയുടെ അണ്ടറിൽ അല്ലെങ്കിൽ ഫെമയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത ബ്രോക്കേഴ്സ് ഇന്ത്യയിൽ ഒന്നുമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് സെറോദയിലും അപ്സ്റ്റോക്സിലാണ് ഫോറക്സ് ട്രേഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷെ അങ്ങനെ ട്രേഡ് അവിടെ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ സംഭവം ഇല്ലാത്തതുകൊണ്ട് ട്രേഡിങ് ശരിക്കും ലിറ്ററലി അവിടെ പോസിബിൾ അല്ല. അപ്പോൾ ടാക്സ് ബിസിനസ് ഇൻകം എന്നുള്ള രീതിയിൽ ടാക്സ് ചെയ്യാൻ പറ്റും. അഡ്വാൻസ് ലെവലിൽ ഏത് സ്ട്രാറ്റജിക്കും SMC ICT പോലുള്ള സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. അത് നമ്മൾ ലൈവ് ട്രേഡിങ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പാർട്ടിസിപ്പേഷനും അനുസരിച്ച്. ഇപ്പോൾ മിനിമം ഡെപ്പോസിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസ്കോഡിലേക്ക് വരാം കേട്ടോ. നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തോളൂ. അപ്പോൾ അവിടെ വരുന്ന കൺഫ്യൂഷൻസ് ഒക്കെ നമുക്ക് ഡിസ്കോഡിൽ ക്ലിയർ ചെയ്യാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക. അതുപോലെ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് ലൈവ് ട്രേഡും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുക എന്നുള്ള രീതിയിലാണ്
നമ്മൾ കിടക്കാം. SMC ICT തമ്മിൽ ഡിഫറൻസ് ഉണ്ടോയെന്ന് വെച്ചാൽ നല്ല ഡിഫറൻസ് ഉണ്ട് കോൺസെപ്റ്റുകൾ. SMC വലിയ ICT വലിയ രീതി അതിനൊരു ചെറിയ പോർഷൻ എടുത്ത പോലെയാണ് SMC. അത് കുഴപ്പമില്ല, എവിടെ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. ഇത് ദുബായ് രജിസ്റ്റേർഡ് ആണ്. വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? നമ്മളിപ്പോൾ ക്ലാസ്സിൽ നമ്മൾ പുതിയ കാര്യങ്ങളാണ് പഠിച്ചത്. പഠിച്ച സമയത്ത് നമ്മൾ പുതിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഡൗട്ടും കാര്യങ്ങളൊക്കെ വരാം. ഓക്കെ, അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. ക്ലാസ് ഇപ്പോൾ നമ്മളിങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നേരത്തെ ആരൊക്കെ ചോദിച്ചാൽ നമ്മൾ ഇപ്പോൾ നമ്മൾ JetFX ചൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ JetFX ഇട്ട് കേട്ടോ. ഈ ബാക്കി ബ്രോക്കറുമായിട്ടുള്ള സംബന്ധിച്ചുള്ള എല്ലാവിധ ഡൗട്ടുകളും ഡിസ്കോഡിലേക്ക് പറയാം. ഡൗട്ട് നമ്മൾ സെഷൻസ് ബുധനാഴ്ചയും ശനിയാഴ്ച 7 മണിക്കാണ്. ഇതിപ്പോൾ ഫ്രീ സെഷനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ അത് നോർമലായിട്ടല്ല കൊടുക്കുക ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറിയിട്ടാണല്ലോ നല്ല ലെവലിലേക്ക് തന്നെ പോകും. പക്ഷെ നമുക്ക് ആ ജേണിയുടെ ഭാഗമാകുക എന്നുള്ളതാണ്. ഇല്ല, 7 days ഇല്ല കേട്ടോ, അത് ക്രിപ്റ്റോ വേണം. ശനി ഞായറൊക്കെ മുടക്കുക. പിന്നെ ഈ ഈസ്റ്റർ ക്രിസ്മസ് അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ മുടക്കാനുണ്ടാവും. നമ്മൾ ZFXലൂടെ റൈറ്റ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിറ്റി ഡിസ്കോഡിലൂടെ എല്ലാവരും ഒരുമിച്ച് ഗ്രോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ കുറേ അസൈൻമെൻറ്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ കുറേ പാർട്ടിസിപ്പേഷൻസ് വരുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ മ്യൂച്വലി കണക്ട് ചെയ്തുകൊണ്ട് ആക്റ്റീവായിട്ട് അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഡൗട്ടും കാര്യങ്ങളും ഈ അക്കൗണ്ട് ഓപ്പണിങ്ങിനെ കുറിച്ചല്ല. അപ്പോൾ നമ്മൾ സ്ട്രാറ്റജി പഠിച്ചാലും ഓരോന്ന് ഇപ്പോൾ ഫോറക്സിനെ കുറിച്ച് എന്ത് പഠിച്ചാലും അതിന് അത് പറയാൻ അതിന് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയുള്ള മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ. എന്നും ഈവനിങ് അല്ല, ഇത് ഇത് നമ്മളിവിടെ പെട്ടെന്നൊന്നും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബുധനാഴ്ച ശനിയാഴ്ചയും 7 മണിക്കായിരിക്കും. ഇന്ന് നമ്മൾ സാധാരണ യൂട്യൂബിലാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഒന്ന് സ്ട്രീം ചെയ്ത സമയത്ത് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ വന്നു, അതുകൊണ്ടാണ് ഇതിലേക്ക് മാറിയത്. 7 PM ആയിരിക്കും മോസ്റ്റ്ലി. ആൻഡ് നമുക്ക് ഡിസ്കോഡിൽ നമുക്ക് എല്ലാതും അറിയിക്കും. അപ്പം എല്ലാവരും ഡിസ്കോഡിലേക്ക് വന്നോളാം. പിന്നെ നമ്മുടെ ഫസ്റ്റ് സെഷൻ ആയിരുന്നു ഇത്. ഇപ്പോൾ ഫസ്റ്റ് സെഷനെ കുറിച്ച് നിങ്ങൾക്ക് കാര്യങ്ങളും ഇപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങളും മനസ്സിലായോ? മീൻ ഒരു എങ്ങനെയുണ്ടായിരുന്നു സെഷനും കാര്യങ്ങളൊക്കെ? എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഇപ്പം എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നോളൂ. ഓക്കെ, നമുക്ക് പോവാം. നിങ്ങളെ ഇപ്പോൾ കുറേ പേരുണ്ട്, മെമ്പേഴ്സ് ഉണ്ട് കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ നമ്മൾ എത്ര പേര് വരും നമുക്ക് അത്രയും ഇൻറ്ററാക്റ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് അതാണ് വേണ്ടത്. നമുക്ക് മുന്നോട്ട് പോകണം, ഒരുമിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ഡിസ്കോഡിൽ ഒന്ന് ചാനലുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ശേഷം ഇപ്പം മെൻറ്റേഴ്സ് ഡൗട്ട് ചോദിക്കാനുള്ള ചാനലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കയറിയിട്ട് ഡൗട്ട് വരുന്നതൊക്കെ കയറിയിട്ട് അവിടെ ഡൗട്ട് ചോദിക്കുക. അതേപോലെ ഞാൻ പറഞ്ഞാൽ ഒരു ബ്രോക്കറൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് എടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഒരു കാര്യം ചെയ്യാം. അപ്പോൾ ഒരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഡൗട്ടുകളും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് അല്ല, ഒരു PDF ആണെങ്കിൽ ഒരു പേജ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഡൗട്ട് ചോദിക്കുന്നു, അങ്ങനത്തെ രീതിയിലാക്കാം. സൂമിൽ തന്നെ ക്ലാസ് വയ്ക്കാൻ ശ്രമിക്കാം കേട്ടോ. സോറി, എൻ്റെ പേര് വിഷ്ണു എന്നായിരുന്നു. ഓക്കെ, ഞാൻ തൃശ്ശൂരാണ് വീട്. ലിവറേജ് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ റെക്കോർഡിംഗ് ഉണ്ടായിരിക്കും. തൃശ്ശൂരാണ്, സംസാരം കേട്ടിട്ട് തോന്നുന്നുണ്ട്. ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ വീണ്ടും പറഞ്ഞ എക്സാമ്പിൾ കേട്ടവർക്ക് ചിലപ്പോൾ ബോറടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള എമൗണ്ട് 1000 രൂപയാണെന്ന് കരുതാം. ഓക്കെ, നോർമലി എനിക്ക് 1000 രൂപയുടെ പ്രൊഡക്റ്റും കാര്യങ്ങളല്ലേ വാങ്ങാൻ സാധിക്കുള്ളൂ. പക്ഷേ നമ്മൾ ബ്രോക്കർ നമുക്കൊരു 4000 രൂപ എക്സ്ട്രാ തരാണ് ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ബ്രോക്കറിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിലുള്ളതിൻ്റെ എമൗണ്ട് വെച്ചിട്ട് കുറച്ചും കൂടി പൈസ നമുക്ക് എക്സ്ട്രാ തരികയാണ്. ഓക്കെ, എക്സ്ട്രാ തരികയാണ് നമുക്ക് കൂടുതൽ ബിസിനസ് ചെയ്യാനുള്ള പോസിബിലിറ്റിക്ക് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒരു 3 years എന്നുള്ളത് ഇപ്പോൾ PNL നമ്മൾ അവിടെ അവൈലബിൾ ആക്കും, ഡിസ്കോഡിൽ വരും. ഓക്കെ,
അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കോഡിലേക്ക് എല്ലാവരും ഡിസ്കോഡിലേക്ക് വന്നാൽ മതി. നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്താലോ? നമുക്ക് അടുത്ത സെഷനിലേക്ക് തൃശ്ശൂർ കുറുക്കഞ്ചേരി അടുത്ത സെഷനിലേക്ക് കാണാം. ഓക്കെ ഓക്കെ നമുക്ക് അടുത്ത സെഷനിൽ കാണാം കേട്ടോ. ബൈ. ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഞാൻ അടുത്ത സെഷനിലും നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്.